ഹലോ എവ്രി വൺ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂൺ 23-ാം തീയതിയാണ് ഇന്ന് അല്ലെ. അങ്ങനെ ജൂൺ മാസവും തീരാൻ പോവാണ് മക്കളെ. ഇനി ആകെപ്പാടെ ഉള്ള നമുക്ക് രണ്ട് മാസങ്ങളാണുള്ളത്. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 6-ാം തീയതി കഴിയുമ്പോൾ നമുക്ക് എന്താണ് എക്സാം തുടങ്ങാൻ വേണ്ടി ഉറപ്പായിട്ട് എക്സാം നടക്കും. ഇനിയും ഇപ്പോഴും ഓരോരുത്തർക്ക് ഡൗട്ട് ഉണ്ട്, സാറേ എക്സാം കാണുമോ, എക്സാം മാറ്റി വെക്കുമോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടോ? ഒന്നുമില്ല, അതൊക്കെ മാറ്റി വെക്കത്തൊന്നുമില്ല. എക്സാം നടത്തും അല്ലെ. ഇന്നലത്തെ നമ്മൾ കണ്ടായിരുന്ന ന്യൂസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു +1 എക്സാം റദ്ദാക്കുകയില്ല. അതേപോലെ പുതിയൊരു ഇൻഫോർമേഷൻ ആണ്. നമുക്കറിയാം 120 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് നേരത്തെ ഏതെങ്കിലും 120 മാർക്ക് എഴുതിയാൽ മതിയായിരുന്നു. പക്ഷെ ഇനി അങ്ങനെയാണോ? അല്ല. പക്ഷേ ഒരു ഇൻഫോർമേഷൻ കിട്ടിയത് ഫേക്ക് ആണോ ഒറിജിനൽ ആണോ എന്നൊന്നും അറിയത്തില്ല. അതിനകത്ത് പറയുന്ന ഇതാണ്, നിങ്ങൾക്ക് കറക്റ്റ് 60 മാർക്കിനുള്ള മാർക്ക് മാത്രമേ എഴുതാൻ പറ്റുകയുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അതിനെപ്പറ്റിയുള്ള ഒരു പ്രൂഫ് നമുക്ക് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഒരു പേപ്പർ കട്ടിങ് പോലത്തെ ഒരു ന്യൂസ് ഇറങ്ങിയിട്ടുണ്ട്. അത് ഒറിജിനൽ ആണോ ഫേക്ക് ആണോ എന്നൊന്നും നമുക്ക് അറിയില്ല. എന്തായാലും നമുക്ക് കുറച്ച് ദിവസം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം അല്ലെ. അപ്പൊ നമ്മളിവിടെ ഇന്ന് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? നമ്മുടെ ഫോക്കസ് ഏരിയ, +1 ഫോക്കസ് ഏരിയയിലെ ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും മാത്സിലെയും പല ചാപ്റ്ററിന്റെയും ക്ലാസ്സസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മളിവിടെ ചെയ്യുന്നത് അല്ലെ. എല്ലാവരും പഴയ വീഡിയോസ് എല്ലാം കണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനിയും ആരെങ്കിലും ഇതുവരെ കാണാത്തതുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയി നോക്കുക. പ്ലേലിസ്റ്റിൽ +1 ഫോക്കസ് ഏരിയ എന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. നമുക്ക് അതിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താ, നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള +1 ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ ക്ലാസ്സസും എന്തുണ്ട്, ആ പ്ലേലിസ്റ്റിലുണ്ട്. ഈ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ എന്ത് ചെയ്യുക, പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ പഠിക്കുന്ന +1 പഠിക്കുന്ന കുട്ടികൾക്കും +2 പഠിക്കുന്ന കുട്ടികൾക്കും അതേപോലെ 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്കും എന്താണ് ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ, പഠിക്കാൻ താല്പര്യമുള്ളവർ മാത്രം അതിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാർ മാത്രം ജോയിൻ ചെയ്യുക. നമ്മൾ അതിലൂടെ എന്ത് ചെയ്യും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലത്തെ നോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് സീക്വൻസ് ആൻഡ് സീരീസ്, മാത്സിലെ ചാപ്റ്റർ അല്ലെ. സീക്വൻസ് ആൻഡ് സീരീസ് എന്ന് പറയുന്ന ചാപ്റ്റർ. പക്ഷെ സീക്വൻസ് ആൻഡ് സീരീസിൽ നമുക്ക് കുറെ കാര്യങ്ങളായിരുന്നു പഠിക്കാനുള്ളത്. എന്തൊക്കെയായിരുന്നു? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഉണ്ട്, ജോമെട്രിക് പ്രോഗ്രഷൻ ഉണ്ട്, സം ഓഫ് ദ സീരീസ് എന്ന് പറഞ്ഞ കുറെ കാര്യങ്ങളായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. പക്ഷേ ഫോക്കസ് ഏരിയ വന്നപ്പം അതിൽ നിന്ന് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അങ്ങ് വെട്ടിക്കളഞ്ഞ്, പിന്നെ ഏതാ അതേപോലത്തെ സം ഓഫ് ദ സീരീസ് അങ്ങനെ വെട്ടിക്കളഞ്ഞ് അവസാനം ആ നടുക്കുള്ള പോർഷൻ മാത്രം. ഏതാ നടുക്കുള്ള പോർഷൻ? ജോമെട്രിക് പ്രോഗ്രഷൻ മാത്രമാണ് നമുക്കിപ്പോ പഠിക്കാനായിട്ട് ഉള്ളത്. ഒരു സങ്കടമുണ്ട് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ പോയതിൽ. കാരണം അതാണ് കുട്ടികൾക്ക് അറിയാവുന്ന സാധനം. +1 10ാം ക്ലാസ് തൊട്ട് നിങ്ങൾ പഠിക്കുന്ന സാധനമായിരുന്നു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് സാധനം. പക്ഷെ അത് സങ്കടപ്പെട്ടു പോയി. അതെന്ത് ചെയ്യുന്നുണ്ട്, അതെടുത്ത് കളഞ്ഞു. ഇപ്പൊ നമുക്ക് ആകെപ്പാടെ ഉള്ളത് ഏതാ? ജോമെട്രിക് പ്രോഗ്രഷൻ. പക്ഷെ പേടിക്കാനൊന്നുമില്ല. ജോമെട്രിക് പ്രോഗ്രഷൻ നമ്മുടെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ പോലെ തന്നെയാണ്. പേടിക്കാനുണ്ടോ? ഇല്ല. നമുക്ക് അതേ മോഡലിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ജോമെട്രിക് പ്രോഗ്രഷനിലും പഠിക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ഇരുന്ന് കണ്ടോ. ഉറപ്പായിട്ടും ജോമെട്രിക് പ്രോഗ്രഷനിൽ ചോദിക്കാവുന്ന ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടോ അതെല്ലാം ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കും. ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും 2014 തൊട്ട് 2020 വരെയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാം. ഒരെണ്ണം പോലും സ്കിപ്പ് ചെയ്യാതെ കറക്റ്റ് ആയിട്ട് നോട്ട് എഴുതിയെടുത്തോ. ഇത് തന്നെയായിരിക്കും ചോദിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പർ മാറ്റിയായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുക, കാണാതെ പഠിക്കാതെ മനസ്സിലാക്കി ഓരോ സ്റ്റെപ്പും പഠിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഇതിനകത്ത് തുടങ്ങുന്നതിന് മുമ്പ്, ആ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് തിയറി ഒക്കെ അറിയാനുണ്ട്. ഒന്നും അറിയാത്ത പിള്ളേരായിരിക്കും ചിലപ്പോൾ ഈ ജോമെട്രിക് പ്രോഗ്രഷന്റെ വീഡിയോ കാണുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം അവർക്ക് എന്ത് വേണം, എന്താണ് ജോമെട്രിക് പ്രോഗ്രഷൻ എന്നുള്ള സാധനം ഇതിലേക്ക് ഒന്ന് എന്ത് ചെയ്യണം, പറഞ്ഞു കൊടുക്കണം. അപ്പൊ നമുക്ക് എന്താണ് ജോമെട്രിക് പ്രോഗ്രഷൻ ഷോർട്ട് ഫോം ആയിട്ട് നമുക്ക് എന്ത് പറയാം, GP എന്ന് പറയാം. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. എന്താണ് ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് ഞാൻ ആദ്യം പറയാൻ പോവാം. ഞാൻ ഡെഫിനിഷൻ അല്ല പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ഡെഫിനിഷൻ അല്ല വേണ്ടത്. നിങ്ങൾക്ക് എന്നാ വേണ്ടത്, സംഭവം എക്സാമ്പിളിലൂടെ കറക്റ്റ് ആയിട്ട് സാധനം എത്തിക്കാം. മാത്സിൽ തിയറി ഇല്ല. മാത്സിൽ എന്താണ്, പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ജോമെട്രിക് പ്രോഗ്രഷൻ നോക്കാം. ഒരു എക്സാമ്പിളിലൂടെ തന്നെയാണ് ഞാൻ പോകുന്നത്. ആദ്യം എടുക്കുന്ന എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നോക്കിയേ, 2, 4, 8, 16. നോക്കിയേ, 2, 4, 8, 16. അടുത്ത ഏതായിരിക്കും? നിങ്ങൾക്ക് തന്നെ അറിയാം, 32. ഇവിടുത്തെ പ്രത്യേകത എന്നതാ, 2 × 2 4, 4 × 2 8, 8 × 2 16, 16 × 2 32 അല്ലെ. അതായത് ഒരു കോമൺ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോവുക അല്ലെ. നമുക്കറിയാം 2-നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 ആവും,
4നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 ആവും. 8നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16 ആവും. 16നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 32 ആവും. അടുത്ത നമ്പർ നമുക്കറിയാമല്ലോ 16 into 2 അല്ലെങ്കിൽ 32 into 2 എത്രയാ 64. അടുത്ത നമ്പർ 64 into 2 128. 128 into 2 256. ഇങ്ങനെ പോവാ. ഒരു കോമൺ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. വേറൊരു എക്സാമ്പിൾ എടുക്കാം. 3 വെച്ച് തുടങ്ങിയാലോ? 3 വെച്ച് തുടങ്ങിയാൽ 3. നെക്സ്റ്റ് നമ്പർ 9 27 81 243. ഇവിടുത്തെ എല്ലാം പ്രത്യേകത നോക്കിയേ. 3 into 3 9. 9 into 3 27. 27 into 3 81. 81 into 3 243. 243 into 3 729. ഇങ്ങനെ പോവാ. ഒരു നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് പോവാ. ഇപ്പൊ ഒരു ഡൗട്ട് ഉണ്ട്, സാർ ഈ ആദ്യത്തെ നമ്പർ 2 ആയതുകൊണ്ടാണ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അങ്ങനെയല്ല, ഏതോ ഒരു നമ്പർ വെച്ച് കോമൺ ആയിട്ട് എന്ത് ചെയ്തോ എല്ലാ നമ്പറിനും അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് പോവാം. വേറൊരു എക്സാമ്പിൾ നമുക്ക് എടുത്തു നോക്കാം. ഓക്കെ, വേറൊരു ചെറിയൊരു എക്സാമ്പിൾ നോക്കാം. 2നെ ഞാൻ ആദ്യമേ ഒരു 5 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. 2 into 5 എത്രയാ 10. അടുത്ത് 10 into 5 എത്രയാ 50 അല്ലെ. 50 into 5 എത്രയാ 250. ഇവിടെ നോക്കിയേ, ഇവിടുത്തെ എല്ലാം പ്രത്യേകത 2 into 5 ആണ് 10. 10 into 5 ആണ് എത്ര 50. 50 into 5 ആണ് എത്ര 120. അതിന്റെ അർത്ഥം എന്താ? ഒരു കോമൺ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോവാ. ഇങ്ങനെയുള്ള സീക്വൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ജോമെട്രിക് സീക്വൻസ്. ഇങ്ങനെയുള്ള സീക്വൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ജോമെട്രിക് സീക്വൻസ്. ഒരു കോമൺ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു പോകുന്നു. ആ നമ്പറിനെ വിളിക്കുന്ന പേരാണ് കോമൺ റേഷ്യോ. ആ നമ്പറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കോമൺ റേഷ്യോ. 6 എന്ന് പറയും. എന്ത് പറയും? 6. കോമൺ റേഷ്യോ ഏതാ? 6. അപ്പൊ സ്മോൾ ലെറ്റർ 6 എന്ന് പറഞ്ഞാൽ എന്താ? കോമൺ റേഷ്യോ. ദ നമ്പർ വിച്ച് വി ആർ മൾട്ടിപ്ലൈങ്. ഏത് നമ്പർ വെച്ചാണോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ആ നമ്പറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കോമൺ റേഷ്യോ. ആദ്യത്തെ പ്രോബ്ലം നോക്കിയേ. 2 4 8 6 16. അതിനകത്ത് കോമൺ റേഷ്യോ എത്രയാ? 2 വെച്ചാ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഏതായിരിക്കും? 2. ഇവിടെ നോക്കിയേ, ഇത് 3 9 27 81 243. ഇവിടെയും 3 വെച്ചാ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ കോമൺ റേഷ്യോ എത്രയാ? 3. മനസ്സിലായല്ലോ? നിങ്ങൾ അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ കോമൺ ഡിഫറൻസ് പിടിച്ചു. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് വ്യത്യാസം. അപ്പൊ നമ്മൾ സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം ചെയ്തു. വ്യത്യാസമായിരുന്നു, ഡിഫറൻസ് ആണ്. ഇവിടെ കോമൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യുക. അപ്പൊ കോമൺ റേഷ്യോ കാണാൻ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണമെങ്കിൽ സെക്കൻഡ് ടൈം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടൈം. A2 എന്ന് പറഞ്ഞാൽ എന്താ? സെക്കൻഡ് ടൈം. A1 എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് ടൈം. അതേപോലെ നമുക്ക് A2 by A1 മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ല, നമുക്ക് വേണമെങ്കിൽ A3 by A2. അടുത്തടുത്തുള്ള രണ്ട് ടേംസിന്റെ റേഷ്യോ. അടുത്തടുത്തെന്ന് പറയുമ്പോൾ സെക്കൻഡ് ടൈം ബൈ തേർഡ് ടൈം ചെയ്യരുത്. തേർഡ് ടൈം ഡിവൈഡഡ് ബൈ സെക്കൻഡ് ടൈം, അല്ലെങ്കിൽ എന്താ സെക്കൻഡ് ടൈം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടൈം, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാലോ, A4 ഡിവൈഡഡ് ബൈ A3 എന്ന് എഴുതാലോ, A5 ഡിവൈഡഡ് ബൈ A4 എന്ന് എഴുതാലോ. തൊട്ടടുത്തുള്ള ടേംസ്. ജനറൽ ആയിട്ട് പറഞ്ഞാൽ AN ഡിവൈഡഡ് ബൈ AN minus 1. മുകളിൽ എത്രയാണോ അതിനെ താഴെ ഒന്ന് കുറച്ച്. അതാണ് പറഞ്ഞിരിക്കുന്നത് AN ഡിവൈഡഡ് ബൈ AN minus 1. അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് അറിയുക സെക്കൻഡ് ടൈം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടൈം, അല്ലെങ്കിൽ തേർഡ് ടൈം ഡിവൈഡഡ് ബൈ സെക്കൻഡ് ടൈം. അങ്ങനെ ഓർക്കുക. അപ്പൊ മനസ്സിലായല്ലോ എന്താണ് ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ? ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഒരു സീക്വൻസ് ഉണ്ട്. ആ സീക്വൻസിന്റെ പ്രത്യേകത എന്നതാ? നമ്മൾ ഒരു കോമൺ റേഷ്യോ അല്ലെങ്കിൽ ഒരു കോമൺ നമ്പർ വെച്ച് എന്ത് ചെയ്തു മൾട്ടിപ്ലൈ ചെയ്തു പോവുക. അതാണ് ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. ഇത് നോക്കി, ഇനി നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ജോമെട്രിക് പ്രോഗ്രഷനിൽ ജനറൽ ടേം ഓഫ് എ ജോമെട്രിക് പ്രോഗ്രഷൻ. ജനറൽ ടേം ഓഫ് എ GP. നിങ്ങൾ എന്റെ കൂടെ നോട്ട് എഴുതി പോകണേ. കുറച്ച് നോട്ടുകൾ മക്കളെ, ഒരു 1.5 പേജ് അത്രേ ഉള്ളൂ നോട്ട് എന്ന് പറയുന്നത്, തിയറി. ബാക്കി നമ്മൾ ഫുൾ പ്രോബ്ലംസ് നോക്കിയേ. ജനറൽ ടേം ഓഫ് എ GP. അപ്പൊ നമ്മൾ സാധാരണ അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ ജനറൽ ടൈമിന് എന്നാ പറയുന്നത്? AN. അതേപോലെ തന്നെ എന്ത് ചെയ്യുക ഇവിടെ നോക്കിയേ. ഒരു ഫസ്റ്റ് ടൈമിനെ ഞാൻ A എന്ന് വിളിച്ചു അല്ലെ, അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ടൈമിനെ എന്തെന്നാ വിളിക്കുന്നത്? ഫസ്റ്റ് ടൈമിനെ A എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഫസ്റ്റ് ടൈമിനെ ഞാൻ A എന്ന് വിളിച്ചു. നമ്മുടെ കോമൺ റേഷ്യോ, ഇവിടെ കോമൺ റേഷ്യോയുടെ കാര്യമാണല്ലോ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. കോമൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ 6 ആണെങ്കിൽ നമ്മൾ ടേംസ് എങ്ങനെ എഴുതുന്നത്? ഫസ്റ്റ് ടൈമിനെ ഞാൻ A എന്ന് വിളിക്കും. സെക്കൻഡ് ടൈം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈമും കോമൺ റേഷ്യോയുടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതല്ലേ അല്ലെ? നേരത്തെ 3 9 27 ഇങ്ങനെ പോവാ. അപ്പൊ ഈ 9 കിട്ടണമെങ്കിൽ നമ്മുടെ റേഷ്യോ എത്രയാ? ഇവിടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? 9/3 അല്ലേ? റേഷ്യോ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടൈം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടൈം. 9/3. 9/3 എത്രയാ? 3 എന്ന് കിട്ടും. അപ്പം ഈ 3നെ ആദ്യത്തെ ടേമിനെ A into R ചെയ്താൽ നോക്കിയേ. ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ 3, കോമൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്രയാ? 3. അപ്പൊ 3 into 3 ചെയ്യുമ്പോൾ 9 കിട്ടത്തില്ലേ? അപ്പൊ ഫസ്റ്റ് ടൈം A ആണെങ്കിൽ സെക്കൻഡ് ടൈം എത്രയാ? AR. ഫസ്റ്റ് ടൈം A ആണെങ്കിൽ സെക്കൻഡ് ടൈം എത്രയാ? AR. ഇനി തേർഡ് ടൈം കാണണമെങ്കിൽ എന്ത് ചെയ്യണം? AR സ്ക്വയർ. മനസ്സിലായല്ലോ? ഫോർത്ത് ടൈം ആണെങ്കിൽ എന്താ? AR ക്യൂബ്. കണ്ടോ? അപ്പം ഫസ്റ്റ് ടൈം ആണെങ്കിൽ A, സെക്കൻഡ് ടൈം ആണെങ്കിൽ AR, തേർഡ് ടൈം ആണെങ്കിൽ എന്താ? AR സ്ക്വയർ, ഫോർത്ത് ടൈം ആണെങ്കിൽ എന്താ? AR ക്യൂബ്. ഇവിടെ എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചേ. ഇവിടെ 4 ആണെങ്കിൽ 1 കുറച്ച് 3, ഇവിടെ 3 ആണെങ്കിൽ 1 കുറച്ച് 2 അല്ലെ, 2 ആണെങ്കിൽ 1 കുറച്ച് 1. അപ്പൊ 1 കുറയ്ക്കുക പവറിൽ അല്ലെ. അപ്പം ജനറൽ ആയിട്ട് പറയാ AN എന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? Aക്ക് ഒരു മാറ്റമില്ല, എല്ലായിടത്തും A തന്നെയായിരുന്നു. കണ്ടോ? A. പിന്നെ 6 ഉണ്ട് അവിടെ. പക്ഷെ പവർ എഴുതുമ്പോൾ 1 കുറച്ച്. അപ്പൊ N ആണെങ്കിൽ ഇവിടെ എന്ത് എഴുതും?
n-1. അപ്പൊ ഇതാണ് നമ്മൾ ഏതെങ്കിലും ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. നമ്മൾ എ പിയിൽ പറയാറില്ലേ a+n-1 × d. അതേപോലെ തന്നെ ജി പിയിൽ ഏതെങ്കിലും ടേം കണ്ടുപിടിക്കാൻ, മനസ്സിലാക്കണം. an എന്ന് പറഞ്ഞാൽ എന്താ? ഏതെങ്കിലും ടേം കണ്ടുപിടിക്കാൻ, മനസ്സിലാക്കി പഠിക്കണേ. ഏതെങ്കിലും ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ടാവും. ഒന്നാമത്തെ ഇക്വേഷൻ ഓർത്ത് വെച്ചോ, a × r⁻n−1, a × r⁻n−1, a × r⁻n−1. ഇത് എന്തിനുള്ള ഇക്വേഷനാ? ഏതെങ്കിലും ടേം കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ. അപ്പൊ നമ്മൾ വിളിക്കും 10ാമത്തെ ടേം കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ 20ാമത്തെ ടേം കണ്ടുപിടിക്കാൻ, 15ാമത്തെ ടേം കണ്ടുപിടിക്കാൻ, 18ാമത്തെ ടേം കണ്ടുപിടിക്കാൻ, ഇങ്ങനെ ടേം കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പൊ ടേം കണ്ടുപിടിക്കാനുള്ള നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്താ? a⁻n-. മനസ്സിലായല്ലോ? അപ്പൊ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ a അല്ലെ? ഫസ്റ്റ് ടേം a, സെക്കൻഡ് ടേം ഏതാ? ar, തേർഡ് ടേം ഏതാ? ar², ഫോർത്ത് ടേം ഏതാ? ar³. ഇത് മറക്കരുതേ. നമുക്കിനി സം കണ്ടുപിടിക്കാം. അപ്പൊ ജനറൽ ടേം അതിന്റെ ഇക്വേഷൻ ഏതാ? an = ar⁻n−1. ഇനി നമ്മൾ സം ഓഫ് n ടേംസ് ഓഫ് ആൻ AP. നോക്കിയേ, സം ഓഫ് n ടേംസ് ഓഫ് AP അല്ല GP. സം ഓഫ് n ടേംസ് ഓഫ് GP. GPയുടെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇവിടെ രണ്ട് ഫോർമുല ഉണ്ട്. അപ്പൊ രണ്ട് ഫോർമുലയും ഓർത്ത് വെക്കുക. രണ്ടും നമുക്ക് ആവശ്യപ്പെട്ടു. അപ്പൊ രണ്ട് ഫോർമുല ഉണ്ട്. SN എന്ന് പറഞ്ഞാൽ ഫോർമുല ശ്രദ്ധിച്ചോ, a × r⁻n−1 / r−1. അടുത്ത ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വ്യത്യാസം. a ഉണ്ട്, ഈ r⁻n−1 അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച്. ഇപ്പൊ എത്രയാ? 1 ആദ്യം വരും, 1 - r⁻n എന്നാവും. കണ്ടോ, നേരത്തെ r⁻n−1 ഇപ്പൊ എത്രയായി? 1 - r. അപ്പൊ മേളിൽ തിരിച്ചെന്നാ പിന്നെ താഴെ കൂടെ തിരിച്ചേക്കാം. r−1 എന്ന് പറഞ്ഞാൽ നമ്മൾ താഴെ എഴുതുമ്പോൾ എന്ത് വരും? 1 - r. കണ്ടോ, ഒരൊറ്റ വ്യത്യാസമുള്ളൂ. r⁻n−1 താഴെ എന്താ? r−1. അപ്പൊ അതേപോലെ അടുത്തതിനകത്ത് വരുമ്പോൾ എത്രയാ? 1 - r⁻n. അതുപോലെ തന്നെ ഏതാ? 1 - r. ഇനി അപ്പൊ അടുത്തൊരു ചോദ്യം, സാറേ ഈ രണ്ട് ഇക്വേഷൻ ഉണ്ട്, പിന്നെ ഏതൊക്കെ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത് അല്ലെ? ഈ രണ്ട് ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഏത് ഇക്വേഷൻ ഏത് സമയത്താണ് യൂസ് ചെയ്യേണ്ടത് അതറിയണം. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഇക്വേഷനിൽ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? r-ന്റെ വാല്യൂ > 1 ആകുമ്പോൾ. എപ്പോഴാ? r-ന്റെ വാല്യൂ എത്ര ആയിരിക്കണം? 1-ലും വലുതാകുമ്പോൾ ഈ ഇക്വേഷൻ. r-ന്റെ വാല്യൂ അപ്പോഴെന്തായിരിക്കും? 1-ലും ചെറുതാണെങ്കിലോ രണ്ടാമത്തെ ഇക്വേഷൻ. കണ്ടോ, അല്ലെങ്കിൽ ഓർത്താൽ മതി 1 - r. 1 - r എന്ന് പറഞ്ഞാൽ r-ന്റെ വാല്യൂ ചെറുതായിരിക്കണം. മറ്റേ ഇക്വേഷനിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നെഗറ്റീവ് ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് വേണ്ട. നമ്മൾ എന്താണ് ഓർത്ത് വെക്കുക? ഫസ്റ്റ് ഇക്വേഷൻ SN = a × r⁻n−1 / r−1 when r > 1. r-ന്റെ വാല്യൂ > 1 ആകുമ്പോൾ. രണ്ടാമത്തെ ഏതാ? r-ന്റെ വാല്യൂ <1 ആകുമ്പോൾ എന്താ? a × 1 - r⁻n / 1 - r. ഇതാണ് എന്ത്? GPയുടെ സം ഓഫ് n ടേംസിന്റെ രണ്ട് ഇക്വേഷൻസ്. അപ്പൊ ഇത് രണ്ടും എഴുതിയെടുക്കുക. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാൻ വേണ്ടിയുള്ളത് എന്നതാ? ഇനി നമുക്ക് പഠിക്കാൻ വേണ്ടി പോകാനുള്ളത് ജോമെട്രിക് മീൻ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനം. ഇനി നമുക്ക് ആകെ 2 കാര്യങ്ങളേ ഉള്ളൂ മക്കളെ പഠിക്കാനുള്ളൂ. ടോട്ടൽ ഇതിനകത്ത് 4 കാര്യങ്ങൾ. ഒന്ന് എന്തായിരുന്നു? ജനറൽ ടേം കണ്ടുപിടിക്കാൻ, അത് നമ്മൾ പഠിച്ചു. ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് സം ഓഫ് n ടേംസ്, അത് നമ്മൾ ഇപ്പൊ പഠിച്ചു. ഇനി മൂന്നാമത്താണ് ജോമെട്രിക് മീൻ. നോക്കിയേ, ജോമെട്രിക് മീൻ GM എന്ന് പറയും. ജോമെട്രിക് മീൻ GM. നോക്കിയേ, ജോമെട്രിക് മീൻ GM. ജോമെട്രിക് മീൻ. അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ a+b/2 ആ. a+b/2. അതേപോലെ തന്നെ ഇപ്പൊ നമ്മളോട് ചോദിക്കാം ഫൈൻഡ് ദ ജോമെട്രിക് മീൻ ഓഫ്, ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ഒരു വട്ടം ചോദിച്ചിട്ടുള്ള കേട്ടോ. ഫൈൻഡ് ദ ജോമെട്രിക് മീൻ ഓഫ് ഏതൊക്കെയാ? രണ്ട് നമ്പേഴ്സ്. ഏതൊക്കെ രണ്ട് നമ്പേഴ്സ്? 25 and 125. 25 അല്ല, 5 and 125. 5 and 125. ഇതാണ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ജോമെട്രിക് മീൻ ഓഫ് 5 and 25. അപ്പൊ അതിന് ഇക്വേഷൻ ഉണ്ട് √AB. ജോമെട്രിക് മീൻ ഇക്വേഷൻ ഏതാ? √AB. രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ജോമെട്രിക് മീൻ കാണാൻ റൂട്ട് ഇടുക. AB എന്ന് പറഞ്ഞാൽ രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 5 × 125. 5 × 125 നമുക്കറിയാലോ എത്രയാ? 625 ആ. 625 എന്ന് പറഞ്ഞാൽ ഏതിന്റെ റൂട്ടാ? 25. അപ്പൊ ഇതിന്റെ ജോമെട്രിക് മീൻ എത്രയാ? 25. ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ നടുക്ക് വരുന്ന ടേം. ഈ 5ഉം 25ഉം എഴുതി കഴിഞ്ഞാൽ അതിന്റെ നടുക്ക് വരുന്ന ടേം ഏതാ? 25. നടുക്ക് വരുന്ന പറഞ്ഞാൽ അങ്ങനെ നടുക്കുന്നല്ല, ജോമെട്രിക്കലി, അതായത് കോമൺ റേഷ്യോ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അല്ലെ 5 അല്ലേ? 5 × 5 25, 25 × 5 125. ആ രീതിയിൽ വരുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായല്ലോ? ഇപ്പൊ ജോമെട്രിക് മീൻ ഇക്വേഷൻ ചോദിച്ചാൽ എന്താ? √AB. ജോമെട്രിക് മീൻ ഇക്വേഷൻ ചോദിച്ചാൽ എന്താ? √AB. മറക്കല്ലേ? ജോമെട്രിക് മീൻ ഏതാ? രണ്ട് നമ്പേഴ്സിന്റെ ജോമെട്രിക് മീൻ ചോദിക്കും. അപ്പൊ എന്നതാ? √AB. അതേപോലെ തന്നെ വേറൊരു സാധനം കൂടെ പഠിപ്പിച്ചു തന്നേക്കാം. അപ്പൊ 3 ടേംസ് ഉണ്ട്. ABC.
ABC are in GP. ഈ 3 ടേംസും GPയിലാണെങ്കിൽ നമുക്കറിയാം അവിടെ എന്താ പ്രത്യേകത? അവിടെ കോമൺ റേഷ്യോ സെയിം ആയിരിക്കും. കോമൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ B, ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ A. സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം. അതേപോലെ തന്നെ തേർഡ് ടേം ഡിവൈഡഡ് ബൈ സെക്കൻഡ് ടേം. തേർഡ് ടേം എത്രയാ? C. സെക്കൻഡ് ടേം എത്രയാ? B. അല്ലേ? സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം. B by A which is equal to C by B. ഇങ്ങനെ എഴുതാലോ. അപ്പൊ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? B into B, B square which is equal to AC. ഇത് എഴുതാം. അപ്പൊ 3 ടേംസ് GPയിലാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? നടുക്കത്തെ ടേമിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ രണ്ടറ്റത്തുള്ള ടേംസിന്റെ മൾട്ടിപ്ലൈ ചെയ്യുന്നതോട് ഈക്വൽ ആയിരിക്കും. അപ്പൊ ABC GPയിലായിരുന്നു. അപ്പൊ B സ്ക്വയർ എന്ന് പറഞ്ഞാൽ നടുക്കത്തെ ടേം, അതിന്റെ സ്ക്വയർ, മിഡിൽ ടേമിന്റെ സ്ക്വയർ which is equal to പ്രോഡക്റ്റ് ഓഫ് ദ ടു എൻറ്റിറ്റീസ്. രണ്ടറ്റത്തുള്ള നമ്പേഴ്സിന്റെ എന്തായിരിക്കും? നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ്. കണ്ടോ? AC എന്ന് പറയുന്നത് എയർ കണ്ടീഷണറോ അല്ല, A into C അല്ലെ? ആദ്യത്തെ ടേമും മൂന്നാമത്തെ ടേമും കൂടെ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ. ഇവിടുന്ന് B എന്ന് പറഞ്ഞാൽ എന്ത് വരും? സ്ക്വയർ അപ്പുറത്തോട്ട് പോകുമ്പോൾ റൂട്ട് ആവും. ഇതാണ് ഞാൻ B is equal to root AC. ഇപ്പൊ എയും ബിയും ആ നമ്പർ എടുക്കുന്നെങ്കിൽ റൂട്ട് AB. ഇതെന്ന് പറഞ്ഞാൽ എന്താ? ജോമെട്രിക് മീൻ ബിറ്റ്വീൻ A and B. എയും ബിയും തമ്മിലുള്ള ഇക്വേഷൻ ചോദിച്ചാൽ എന്താ? ജോമെട്രിക് മീൻ is equal to root AB. ഇനി മക്കളെ അടുത്ത ഒരു സാധനം പഠിക്കാനുണ്ട്. ഈ സാധനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, പക്ഷെ ഇത് കുറെ വട്ടം ചോദിക്കുന്ന ഒരു സാധനമാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല പഠിക്കാൻ, പക്ഷെ ഇത് കുറെ വട്ടം പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. എൻട്രൻസിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. സോ സം ടു ഇൻഫിനിറ്റി ഇത് ചോദിക്കുന്ന കേട്ടോ. ഇത് അങ്ങനെ ആരും ശ്രദ്ധിക്കാത്ത, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും ഇല്ല ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത്, പക്ഷെ കുറെ വട്ടം പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സം ടു ഇൻഫിനിറ്റി ഓഫ് എ GP അല്ലെ? അപ്പൊ നമ്മൾ തന്നെ ഓർക്കും, ഇത് ഈ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത സാധനമൊക്കെ എടുത്തിടാൻ ഇവരെ എവിടെ നോക്കി ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്നത് അല്ലെ? ഞാനും ആലോചിക്കാറുണ്ട്, ഈ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത സാധനമൊക്കെ എന്തിനാ ചോദിക്കുന്നത്? ഈ ക്വസ്റ്റ്യൻ ഇടുന്നവൻ അറിയത്തില്ലേ ഇത് എവിടുന്നാ പഠിക്കേണ്ടത്? പിള്ളേരെ ആദ്യമായിട്ടാ കാണുന്നെങ്കിൽ എങ്ങനെ എഴുതും അല്ലെ? അതേപോലെ തന്നെയാ. നോക്കിയോ, സം ടു ഇൻഫിനിറ്റി ഓഫ് എ GP, അതായത് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ഉണ്ടെങ്കിൽ എന്തായിരിക്കണം? ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ്. ഇപ്പൊ ക്വസ്റ്റ്യനിൽ ചിലപ്പോ ഇങ്ങനെ തരും 1, അടുത്ത എത്രയാ 1/3, അങ്ങനെ 1/9, ഇങ്ങനെ പോവാ എന്നുണ്ടോ? ഇൻഫിനിറ്റി വരെ. ചിലപ്പോൾ ഈ ഇൻഫിനിറ്റി വരത്തില്ല, അല്ലെങ്കിൽ എക്സെട്ര എന്ന് വരും. ഇതിന്റെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ SN എന്നല്ല നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ കൊടുക്കുന്നത് ഏതാ? S ഇൻഫിനിറ്റി എന്ന് കൊടുക്കും. അത് കാണാനുള്ള ഇക്വേഷൻ സിമ്പിൾ ആണ്, A/1 - R. എന്താണ് ഇക്വേഷൻ? എന്താണ്? A/1 - R. കണ്ടോ? ഇപ്പൊ A/1 - R ഒരു GP ആയിരിക്കണം. ഇൻഫൈനൈറ്റ് ടേംസ് ഉണ്ടായിരിക്കണം. എത്ര ടേംസ് ഉണ്ട്? ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ്. നമുക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ എക്സെട്ര ആയിട്ട് തരുവാണെങ്കിൽ അവിടെ GP കാണാനുള്ള ഇക്വേഷൻ ഏതാ? A/1 - R. ഈ ക്വസ്റ്റ്യൻ വെച്ച് ചെയ്ത് നോക്കി. A എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം 1 അല്ലെ? കോമൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? 1/3. സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം അല്ലേ? സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ 1/3 ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം. 1/3/1 എത്രയാ? 1/3. അപ്പൊ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. A എന്ന് പറഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ 1 - R അല്ലേ? എയുടെ സ്ഥാനത്ത് 1 ഡിവൈഡ് ബൈ 1 - R. R-ന്റെ വാല്യൂ എത്രയാ? 1/3. ഇപ്പൊ എത്ര വരും? 1 ഡിവൈഡഡ് ബൈ ക്രോസ് മൾട്ടിപ്ലൈ 1 into 3 3 3 - 1/3. കണ്ടോ? 1 into 3 3 - 1/3. അപ്പൊ എത്ര വരും? ചെറുതാക്കുമ്പോ 1/3 - 1 എത്രയാ? 2/3 എന്ന് വരും. ഈ 3 നേരെ മുകളിലോട്ട് എത്ര വരും? 3/2. കണ്ടല്ലോ? ഇതാണ് സം ഓഫ് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എ GP. A/1 - R പഠിച്ചു വെച്ചോ. ചോദിക്കാന്നല്ല, കുറെ വട്ടം ചോദിച്ചിട്ടുണ്ട്. ഞാൻ പ്രീവിയസ് ഇയർ ചെയ്യുമ്പോൾ ആ ചോദിച്ച ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. ആ ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3 വട്ടം പരീക്ഷയ്ക്ക് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആ 3 വട്ടം സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചത്. ഓക്കെ, നമുക്ക് ആ സമയത്ത് അത് ഡിസ്കസ് ചെയ്യാം. ഇത്ര ഉള്ള മക്കളെ തിയറി എന്ന് പറയാൻ. നമ്മൾ ആകെപ്പാടെ പഠിച്ച തിയറി എന്നതാണ്? ആദ്യം പഠിച്ചത് എന്താണ് ജോമെട്രിക് പ്രോഗ്രഷൻ പഠിച്ചു. ഒരു എക്സാമ്പിൾ വെച്ച് പഠിച്ചു. 2, 4, 8, 16, 32, 64, 128, 256 അങ്ങനെ പോകുന്ന ഒരു എക്സാമ്പിൾ എടുത്ത് നമ്മൾ പഠിച്ചു. പിന്നെ പഠിച്ചതാ? ഏതെങ്കിലും ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? AR⁻n-1. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, R എന്ന് പറഞ്ഞാൽ കോമൺ റേഷ്യോ. ഇനി അടുത്ത പഠിച്ച എന്നായിരുന്നു? അടുത്ത പഠിച്ച സം ഓഫ് n ടേംസ് ഓഫ് എ GP. n ടേംസ് നമുക്കറിയാം എത്ര ടേംസ് ഉണ്ടെന്ന്. n ടേംസ് ഓഫ് എ GP എന്ന് പറഞ്ഞാൽ A into R⁻n-1 ഡിവൈഡഡ് ബൈ R-1. അതേപോലെ തന്നെ A into 1 - R⁻n ഡിവൈഡഡ് ബൈ 1 - R അല്ലെ? ആ ഇക്വേഷൻസ്. ഇനി പഠിച്ച ജോമെട്രിക് മീൻ. രണ്ട് നമ്പേഴ്സ് എന്നാൽ ജോമെട്രിക് മീൻ കാണാനുള്ള ഇക്വേഷൻ √AB അല്ലെ? അതിനുശേഷം നമ്മൾ പഠിച്ച എന്നായിരുന്നു? സം ടു ഇൻഫിനിറ്റി ടേംസ് ഓഫ് എ GP. അതെന്തായിരുന്നു? A/1 - R. മനസ്സിലായല്ലോ? മറക്കല്ലോ മക്കളെ ഇക്വേഷൻ A/1 - R. ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, പക്ഷെ പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ. മാർക്ക് കളയില്ല. 2 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റിനാ. ആ 2 മാർക്ക് നമ്മൾ മേടിച്ചിരിക്കണം കേട്ടല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിനിലേക്ക് കടക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഉറപ്പായിട്ട് ഇത് പഠിക്കും. ഇത് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക, അതിനെടുത്ത് സ്വന്തമായിട്ടൊന്ന് തന്നെ ചെയ്യാൻ നോക്കുക കേട്ടോ. അതിനുശേഷമുള്ള സൊല്യൂഷൻ നോക്കാം.
ഒറ്റയടിക്ക് നേരെ വീഡിയോ കയറി കാണരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് പോസ് ആക്കിയതിനു ശേഷം എന്ത് ചെയ്യുക, അതൊന്ന് സോൾവ് ചെയ്ത് നോക്കുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോ ആണ്. മക്കളെ നോക്കിയാൽ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ വേണ്ടി പോവാ. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് നോക്കുവാണെങ്കിൽ നല്ല ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. അതിനകത്ത് കൂടുതലും പ്രൂഫിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും 2014 തൊട്ട് 2020 വരെ ഇതൊരൊറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ പ്രൂഫ് ചോദിച്ചിട്ടുള്ളൂ. ആ ഒറ്റ ക്വസ്റ്റ്യൻ പ്രൂഫ് ചോദിച്ചതോ അത് സിമ്പിൾ ആയിട്ടുള്ളതോ, അതിന് നമുക്ക് പ്രൂഫ് എന്ന് പറയാം, എന്നാലും എക്സാക്ട്ലി ഒരു പ്രൂഫ് അല്ല. ഓക്കെ, ഇപ്പൊ നമുക്ക് പ്രൂഫിനെ ഓർത്ത് പേടിക്കണ്ട. പ്രൂഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമെന്ന് വേണമെങ്കിൽ പിള്ളേർ ചോദിക്കാം. പക്ഷെ അത് ചോദിക്കുന്നത് വളരെ കേസുകളാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുക. കണ്ടോ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, മാർച്ച് 2015 ഇംപ്രൂവ്മെന്റ് എക്സാമിന് ചോദിച്ച. നിർഭാഗ്യവശാൽ നിങ്ങൾക്ക് ഈ വർഷം എന്തില്ല, ഇംപ്രൂവ്മെന്റ് എക്സാം ഇല്ല അല്ലെ. ഇംപ്രൂവ്മെന്റ് എക്സാം എന്നൊക്കെ പറഞ്ഞാൽ അറിയാമല്ലോ അല്ലെ. അതായത് നമ്മൾ ആദ്യം എഴുതുന്ന പരീക്ഷയിൽ ഏതെങ്കിലും മാർക്ക് കുറഞ്ഞാൽ 3 എണ്ണം നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും എഴുതാൻ പറ്റും. അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മാർക്കുകൾ നമുക്ക് എടുക്കത്തുള്ളൂ. ആ എക്സാം എന്തായാലും നിങ്ങൾക്ക് ഇല്ല. ഓട്ടെ, സാറി, നമുക്ക് അതിന്റെ ആവശ്യമില്ല, നമുക്ക് അല്ലാതെ മാർക്ക് പഠിക്കാം. നോക്കിയേ, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജോമെട്രിക് മീൻ ഓഫ് 16 and 4. ജോമെട്രിക് മീൻ ഞാൻ കുറച്ചു മുമ്പേ പഠിപ്പിച്ചല്ലേ. ജോമെട്രിക് മീൻ അത് തന്നെ, എയും ബിയുടെയും ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ റൂട്ട് എ ബി ആണ് അല്ലെ. റൂട്ട് എ ബി എന്നാണ്. അപ്പൊ നമുക്ക് റൂട്ട് എ ബി എന്നാണ് ഇക്വേഷൻ എങ്കിൽ റൂട്ട് എ ബി എന്ന് തന്നെ കൊടുത്തേക്കാം. ഇവിടെ എയുടെ സ്ഥാനത്ത് ഏതാ, എ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ടേം എത്രയാ 16, ബി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ടേം എത്രയാ 4. ഇപ്പം റൂട്ട് 16 × 4 16 × 4 അറിയാലോ, എല്ലാവർക്കും അറിയാലോ എത്രയാ 64. 16 32 64. റൂട്ട് 64 എത്രയാ 8. ഏതാ ആൻസർ, ഡി. പെട്ടെന്ന് തീർന്നില്ലേ, ഡയറക്റ്റ് ഇക്വേഷൻ. വല്ലതും ഉണ്ടോ, ഒരു ലൈനിൽ തീർന്നു, സംഭവം തീർന്നു. സിമ്പിളാ. ഇതേപോലെ തന്നെ ആയിരിക്കും മക്കളെ എല്ലാ ക്വസ്റ്റ്യനും. നമുക്ക് നോക്കാം. നോക്കിയേ മക്കളെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സം ടു ഇൻഫിനിറ്റി ഓഫ് ദ സീക്വൻസ്. ഫൈൻഡ് ദ സം ടു ഇൻഫിനിറ്റി ഓഫ് ദ സീക്വൻസ്. ഞാൻ പറഞ്ഞു സം ടു ഇൻഫിനിറ്റി, ഇൻഫിനിറ്റി ടേംസിന്റെ സമ്മ് അല്ലെ. അത് ഞാൻ പറഞ്ഞു ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, പക്ഷേ പരീക്ഷയ്ക്ക് പഠിക്കാനുണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനുണ്ട്. കേട്ടോ, അതിന്റെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുള്ള ഒരു ബുക്കാ കേട്ടോ. ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ പറയാം ഏതൊക്കെ വർഷം ഇത് ചോദിച്ചിട്ടുള്ളതെന്ന്. നോക്കിയോ, മാർച്ച് 2015 ഓർ ക്വസ്റ്റ്യനിലെ ബി ക്വസ്റ്റ്യൻ ആണ് ഏത് ഈ ഇട്ടിരിക്കുന്നത്, മാർച്ച് 2015. അതേപോലെ തന്നെ വീണ്ടും ചോദിച്ചിട്ടുള്ളത് മാർച്ച് 2016 ഇംപ്രൂവ്മെന്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് ഇത്. ഇംപ്രൂവ്മെന്റ് എക്സാമിനും ബി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചാൽ ഇവിടെ 2 മാർക്കാണ്. ഇവിടെ 2 മാർക്കും എല്ലാ ക്വസ്റ്റ്യനിലും 2 മാർക്ക് വെച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കണ്ടോണം, ഈ സെയിം ക്വസ്റ്റ്യനാ 2 വട്ടം റിപ്പീറ്റ് ചെയ്തു. 2 അല്ല, വേറെ ഏതോ ഒരു കൊല്ലം കൂടെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഓർത്ത് ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആ, പഠിച്ചു വെച്ചോ, ചോദിക്കും. സം ടു ഇൻഫിനിറ്റി ഞാൻ പറഞ്ഞു, സം ടു ഇൻഫിനിറ്റി കണ്ടാൽ, ഈ ഇങ്ങനെ ഒരു വേർഡ് കണ്ടാൽ, അല്ലെങ്കിൽ എക്സെട്ര ഇട്ട് കണ്ടാലേ ഓർത്തോണം അവിടെ സം ടു ഇൻഫിനിറ്റിക്കുള്ള ഇക്വേഷൻ ഏതാ, a/1 - r. a എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം ഏതാ 1. ഒന്നാമത്തെ ടൈം 1 അല്ലേ. സീക്വൻസ് ഏതാ 1 1/3 1/9. ഇനി കോമൺ റേഷ്യോ കണ്ടുപിടിക്കണം. r എന്ന് പറഞ്ഞാൽ എന്താ, r എന്ന് പറഞ്ഞാൽ കോമൺ റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കുന്നത്, സെക്കൻഡ് ടൈം ബൈ ഫസ്റ്റ് ടൈം. സെക്കൻഡ് ടൈം ഏതാ 1/3 ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടൈം. ഏതെങ്കിലും ഒരു നമ്പറിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആ നമ്പർ തന്നെ. 1/3 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര തന്നെയാ 1/3. എയുടെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ സം ഇൻഫിനിറ്റി a/1 - r. എന്ന് പറഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ 1 - r. ആറിന്റെ വാല്യൂ എത്രയാ 1/3. ഇപ്പൊ എത്ര കിട്ടും 1 ഡിവൈഡഡ് ബൈ 1 - 1/3. സോൾവ് ചെയ്യാൻ എല്ലാവർക്കും അറിയാലോ. അറിയത്തില്ലേ നോക്കിയോ, 1 × 3 ചെയ്യുക ആദ്യമേ. 3 മൈനസ് അടുത്തതാ 1 × 1 1 ഡിവൈഡഡ് ബൈ 1 × 3 3. ഇത്രേ ഉള്ളൂ കേട്ടോ. ആദ്യം ഇങ്ങനെ ക്രോസ് ചെയ്യുക 1 × 3, പിന്നെ ഇങ്ങനെ ക്രോസ് ചെയ്യുക, പിന്നെ ഇങ്ങനെ അല്ലെ. അപ്പം 1 ഡിവൈഡഡ് ബൈ 3 - 1 2 ഡിവൈഡഡ് ബൈ 3. ഈ 3 നേരെ അങ്ങോട്ട് മേലോട്ട് ഇത്ര കിട്ടും 3 × 1 3 ഡിവൈഡഡ് ബൈ 2 3/2. അപ്പൊ ഏതാ ആൻസർ, ഓപ്ഷൻ എ. ഈ സെയിം ക്വസ്റ്റ്യൻ ഒന്ന് കാണാൻ പിടിച്ചു വെച്ചേ. അപ്പൊ മനസ്സിലാക്കി പഠിക്കുക. നിങ്ങൾക്ക് ഇത്ര പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ അല്ലെ എന്നോട് ചോദിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ അങ്ങ് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചോ, ചോദിക്കാൻ നല്ല ചാൻസ് ആണ് കേട്ടല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യുക, അങ്ങോട്ട് ഒന്ന് മനസ്സിലാക്കി പഠിച്ചേരും. നോക്കിയ മക്കളെ, മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ്. ഇതെല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻ. ഞാനിപ്പോ പോകുന്നതെന്ന് പറഞ്ഞാൽ സിമ്പിൾ, പിന്നെ മീഡിയം, പിന്നെ എന്താ ഹൈ ലെവൽ ക്വസ്റ്റ്യൻ അല്ലെ. ഹൈ ലെവൽ എന്ന് പറഞ്ഞാൽ അത്രയും പേടിക്കൊന്നും വേണ്ട. സംഭവം എന്താ, നമുക്ക് സിമ്പിൾ ആക്കി പഠിക്കാം കേട്ടല്ലോ. എല്ലാത്തിന്റെ ആൻസർ ഈ ഒരു പേജ് അല്ലെങ്കിൽ ഹാഫ് പേജ് അത്രയ്ക്കുള്ള എടുക്കത്തുള്ളൂ. നോക്കിയേ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇംപ്രൂവ്മെന്റ് 2017 ഇംപ്രൂവ്മെന്റിന് ചോദിച്ച 2017 ഇംപ്രൂവ്മെന്റ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ. ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ. കോമൺ റേഷ്യോ ഓഫ് എ GP 5/2 5/4 5/8 5/8 അല്ലെ. കോമൺ റേഷ്യോ ചോദിച്ചാൽ എന്താ, കോമൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ 6 കാണാനുള്ള ഇക്വേഷൻ a2/a1
സെക്കൻഡ് ടൈം ബൈ ഫസ്റ്റ് ടൈം. സെക്കൻഡ് ടൈം ഏതാ? സെക്കൻഡ് ടൈം 5/4 അല്ലെ, രണ്ടാമത്തെ ടൈം ഡിവൈഡ് ബൈ ഫസ്റ്റ് ടൈം. ഫസ്റ്റ് ടൈം ഏതാ? 5/2. ഈ 5 അങ്ങ് വെട്ടിക്കളഞ്ഞു, നേരെ ഈ 2 മേളിലോട്ട് പോകും. 2 താഴെ ആരുണ്ട്? 4. 2/4 ഇതിനെ വേണ്ടി ചെറുതാക്കാലോ. ഇത്ര എഴുതിയാലും കുഴപ്പമില്ല, 2/4 എന്ന് എഴുതി നിർത്താം. വേണമെങ്കിൽ ഇതിനെ വീണ്ടും ചെറുതാക്കാം. 2നെ നമുക്ക് വീണ്ടും ചെറുതാക്കുമ്പോൾ 2ന്റെ ഇരട്ടിയല്ലേ 4, അപ്പൊ നേരെ ഇരട്ടിയായിട്ട് 1/2 അല്ലെ. 2 ഡിവൈഡഡ് ബൈ 2 1, 4 ഡിവൈഡഡ് ബൈ 2 കിട്ടിയില്ല ആൻസർ. R ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 1/2. ഇതാണ് ഇതിന്റെ ആൻസർ. ഇനി അടുത്ത് നോക്കിയേ, മാർച്ച് 2017 എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലെ. മാർച്ച് 2017 നിങ്ങളിപ്പോ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലെ? നിങ്ങളിപ്പോ എത്രയാ? 4 വർഷം പുറയിലോട്ട്. 4 വർഷം എന്ന് പറയുമ്പോ എത്രയാ? ഇപ്പൊ +1 ഇപ്പൊ എത്രയാ? 8, 9, 10, 11. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നിങ്ങളുടെ +1 ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ഇട്ട ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്തായിരുന്നു? 6th ടേം ഓഫ് എ GP, ഒരു GPയുടെ 6ാമത്തെ ടേം കണ്ടുപിടിക്കാൻ. അപ്പൊ ദേ കണ്ടോ, ടേം കണ്ടുപിടിക്കാനുള്ള സാധനം എത്തി. ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്നാ ഞാൻ പറഞ്ഞു. ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ n is equal to AR raised to n minus 1. ഇത്രേ ഉള്ളൂ. n is equal to AR raised to n minus 1. a എന്ന് പറയുമ്പോൾ n എത്രാമത്തെ ടേം കണ്ടുപിടിക്കേണ്ടത്? 6ാമത്തെ. അപ്പൊ n ന് സ്ഥാനത്ത് എത്ര കൊടുക്കണം? 6. n is equal to ഇവിടെ എത്രയായി? AR. കണ്ടോ, ശ്രദ്ധിച്ചോ, AR raised to 1 കുറച്ച് R minus 1. ഇപ്പൊ എത്രയാ? 6 minus 1 5. കണ്ടോ, ഇങ്ങനെയാ സംഭവം. AR ചോദിച്ചാൽ AR raised to 5. ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുക A 289. ഇപ്പൊ എന്തെഴുതും? AR raised to 1 കുറച്ച് 288. ഇപ്പം A 33 എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എന്തെഴുതണം? AR എഴുതുക, 1 കുറച്ച് 33 - 1 32. 1 കുറച്ച് എഴുതുക. അപ്പൊ നമുക്ക് വേണ്ട എന്താ? A വേണം, R വേണം. A അറിയാലോ. A എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേമും ആദ്യത്തെ ടേം ഏതാ ഇവിടെ? 1/2 ആണ്. R എന്ന് പറഞ്ഞാൽ കോമൺ റേഷ്യോ, സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേം ഏതാ? 1/4 ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം ഏതാ? 1/2. ഈ 1ഉം ഈ 1ഉം കൂടെ വെട്ടിക്കളയാൻ നേരെ 2 മേളിലോട്ട് പോകും. 2/4 എന്നാവും. നേരത്തെ പോലെ തന്നെ 2/4 വീണ്ടും ചെറുതാക്കുമ്പോ എത്രയാ? 1/2 അല്ലെ. ഇനിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ AUI RUI. ഇനി 6th ടേം അല്ലേ? 6th ടേം എന്ന് പറഞ്ഞാൽ AR raised to 5. AR raised to 5. എയുടെ വാല്യൂ എത്രയാ? എയുടെ വാല്യൂ 1/2. ആറിന്റെ വാല്യൂ എത്രയാ? അതും 1/2 raised to 5. കിട്ടിയില്ലേ? അപ്പൊ 1/2 into 1/2 raised to 5. 1ന്റെ പവർ 1. 1 പവർ 5 എന്ന് പറഞ്ഞാൽ 1 ആ. പിന്നെ എത്രയാ? 2 raised to 5. എങ്ങനെ ഈ 2 raised to 5ന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ എന്താ? 2നെ 5 വട്ടം മൾട്ടിപ്ലൈ ചെയ്യുക. 2 into 2 into 2 into 2 into 2. എത്ര വട്ടാ? 5 വട്ടം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2 into 2 4, 4 into 2 8, 8 into 2 16, 16 into 2 32. ഇപ്പൊ 2 raised to 5 എത്രയാ? 32. ഇപ്പൊ ഇങ്ങനെ കിട്ടിയില്ലേ? 1/2 ഉണ്ട്, 1 raised to 5 1, 2 raised to 5 32. ഇപ്പൊ 2 into 32 എത്രയാ? 1/64. കാൽക്കുലേറ്റർ ഉണ്ട്, തെറ്റാതെ ചെയ്യുക കേട്ടോ. കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ടാണെങ്കിലും എന്ത് ചെയ്യുക? തെറ്റിക്കരുത്. നമുക്ക് മാർക്ക് വേണം. ഇതിന് 2 മാർക്കിന് ചോദിച്ചിട്ടാണ് കേട്ടോ. സിമ്പിൾ ആയിരുന്നു. 6th ടേം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ചോദിച്ചിരിക്കുക. AR raised to n minus 1, AR raised to 5, A 1/2, R 1/2 raised to 5, 1/2 into 1/2 raised to 5, 1/2 into 1/32, 2 into 32 64. മനസ്സിലായല്ലോ? അപ്പൊ സിമ്പിൾ ക്വസ്റ്റ്യനിലാണ് 4 പോയിരിക്കുന്നത്. ഇനി ഒരെണ്ണം നമുക്ക് ചെയ്യാം. ഓക്കെ, മക്കളെ, 5ാമത്തെ ക്വസ്റ്റ്യൻ. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? nth ടേം ഓഫ് എ GP 525 125. 5, 25, 125. ഇതിന്റെ nth ടേം കണ്ടുപിടിക്കാൻ എന്നിന് വാല്യൂ ഒന്നും അപ്പൊ ഇട്ട് കൊടുക്കണ്ട. nth ടേം എന്ന് പറഞ്ഞാൽ ആൻസറിൽ എന്ത് വേണം? ഉറപ്പായിട്ട് n വേണം അല്ലെ. nth ടേം എന്ന് പറയുമ്പോൾ ആൻസറിൽ എന്താ? n വേണം. n എന്ന് പറയുന്ന ലെറ്റർ നോക്കി. തന്നിരിക്കുന്ന സീക്വൻസ് എന്ന് പറഞ്ഞാൽ 525 125. നിങ്ങൾക്ക് ഇനി ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും, ഈ ചാപ്റ്ററിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും നമ്മൾ എന്ത് ചെയ്യും? ആദ്യമേ എഴുതാൻ പോകുന്ന 2 കാര്യങ്ങൾ ഏതാ? എയും കോമൺ റേഷ്യോ. എ എന്ന് പറഞ്ഞാൽ 5, കോമൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് കണ്ടുപിടിക്കാം. സെക്കൻഡ് ടൈം ബൈ ഫസ്റ്റ് ടൈം. സെക്കൻഡ് ടൈം എത്രയാ? 25. ഫസ്റ്റ് ടൈം എത്രയാ? അല്ലെ, സെക്കൻഡ് ടൈം 25. ഫസ്റ്റ് ടൈം എത്രയാ? 5. 25/5 എത്രയാ? 5. അപ്പൊ എയും 5, ആറും 5. മിക്ക ക്വസ്റ്റ്യനിലും ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ. ഈ എയും ആറും ഈക്വൽ ആക്കിയുള്ള ഒരു കാര്യത്തുള്ളൂ. എന്താന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. നോക്കി, നമ്മൾ ചോദിച്ചിരിക്കുന്നത് nth ടേം. ഏതെങ്കിലും ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുല n is equal to എന്താണ്? AR raised to n minus 1. AR raised to n minus 1. ഇപ്പൊ an ഒരു മാറ്റമില്ല. നേരത്തെ A6 എന്നൊക്കെ പറഞ്ഞപ്പോൾ n ന് 6 ഒക്കെ ഇട്ട് കൊടുത്തു അല്ലെ. ഇപ്പൊ ഇവിടെ an is equal to AR raised to n minus 1. എയുടെ വാല്യൂ എത്രയാ? 5. ആറിന്റെ വാല്യൂ എത്രയാ? 5 raised to n minus 1. raised to n minus 1. ഈ വെറും 5 എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്നാ? 5നെ എനിക്ക് വേണ്ടി ഇങ്ങനെ എഴുതാലോ, 5 raised to 1 എന്ന് എഴുതാലോ. 5 raised to 1ന്റെ മീനിങ് എത്ര തന്നെയാ? 5 തന്നെയാ. 5നെ ഞാൻ എന്ത് എഴുതി? 5 raised to 1 എന്ന് എഴുതി. ഇനി നമുക്കറിയാം, നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു സാധനമാണ് A raised to m into A raised to n. എന്താ A raised to m into A raised to n? A raised to m plus n അല്ലെ. സെയിം ആയിരിക്കണം. 2 ബേസ് എല്ലാം സെയിം ആയിരിക്കണം. അതായത് താഴത്തെ എഴുതുന്ന സാധനം സെയിം ആയിരിക്കണം. പവർ മാറാം. m n ആയാൽ അത് രണ്ടും എന്ത് ചെയ്യാം? കൂട്ടി വെക്കാം. ഇവിടെ നോക്കിയേ, താഴത്തെ സെയിം അല്ലേ, മുകളിലെ മാത്രമല്ലല്ലോ മാറുന്നുള്ളൂ. അപ്പൊ ഇത് നമ്മൾ കൂട്ടി വെക്കാമല്ലോ. 5 plus 5 raised to 1
പ്ലസ് n മൈനസ് 1 രണ്ടുകൂടെ എന്ത് ചെയ്തു m പ്ലസ് n ചെയ്തപോലെ ഞാൻ ഇതും കൂട്ടി ഈ പ്ലസ് 1 മൈനസ് 1 കൂടെ വെട്ടിക്കളയല്ലോ ബാക്കി എന്നാണ്ട് 5 ആൻസർ ആയില്ലേ ഏതാ ആൻസർ ബി ആണല്ലോ നോക്കിയേ എന്താ n is equal to ar raised to n യുടെ സ്ഥാനത്ത് ഞാൻ 5 കൊടുത്തു ആറിന്റെ സ്ഥാനത്തും 5 കൊടുത്തു raised to n minus 1 അപ്പൊ 5 raised to 1 into 5 raised to n minus 1 1 plus n minus 1 minus 1 ഉം plus 1 ഉം ക്യാൻസൽ ആയി ബാക്കി എന്നാണ്ട് 5 raised to n അപ്പൊ n is equal to എന്ത് കിട്ടി 5 raised to n സിമ്പിൾ ആണ് നമ്മൾ എല്ലാവരും മാർക്ക് മേടിച്ചിരിക്കും അല്ലെ അല്ലെങ്കിൽ 4 ഓപ്ഷൻ ഉണ്ട് മക്കളെ ഏതെങ്കിലും പഠിപ്പി അടുത്തിടുമ്പോൾ അവന്റെ ആൾ നോക്കി തകർത്തേക്കണം കണ്ടല്ലോ ഏതാ നമ്മൾ ഈ മാർക്ക് മേടിച്ചിരിക്കണം ഇതാ നമുക്ക് അങ്ങനെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെ നമ്മളല്ല എന്നെ എന്ത് ചെയ്യും മാർക്ക് മേടിച്ചിരിക്കും മക്കളെ നമ്മൾ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻ നിസ്സാരമായിരുന്നു നമ്മളത് പെട്ടെന്ന് ഫട്ടാഫട്ട് അല്ലെ നമ്മളത് പെട്ടെന്ന് എന്ത് ചെയ്തു തീർത്തു ഇനി അടുത്ത എന്നതാ 6ാമത്തെ ക്വസ്റ്റ്യൻ ഇത് ഇത്തിരി മീഡിയം ലെവലാ ഇത്തിരി എന്ന് പറയുമ്പോൾ ഇത്തിരിയും കൂടെ മീഡിയം ലെവലാ അല്ലെ വലിയ ടഫ് ഒന്നുമല്ല നമ്മൾ എന്ത് ചെയ്യുക ഇച്ചിരി ടഫ് ഇത്തിരി നോക്കിയോ nth ടേം ഓഫ് എ ജി പി ഒരു ജി പിയുടെ എന്താണ് nth ടേം നമുക്ക് തന്നിട്ടുണ്ട് 5/1024 ഏതോ ഒരു ടേം ആണ് ഒരു ജി പി തന്നിട്ടുണ്ട് അതിന്റെ ഏതോ ഒരു ടേം ആണ് എത്ര 5/1024 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇങ്ങനെ എങ്ങനെയൊക്കെ മാർക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞുതരാം ഫൈൻഡ് n ഇതിനകത്ത് n വാല്യൂ കണ്ടുപിടിക്കാം അപ്പൊ നമ്മുടെ തന്നിരിക്കുന്ന ഏതൊക്കെയാ 5 നമ്മുടെ സീക്വൻസ് 5 ഡിവൈഡഡ് ബൈ 5 മൈനസ് 5/2 5/4 ഇങ്ങനെ തന്നിരിക്കുക അല്ലെ ഇതാണ് നമ്മുടെ സീക്വൻസ് അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻ കിട്ടിയ ഉടനെ ആദ്യം എഴുതാൻ പോകുന്നതാ നമ്മൾ ആദ്യമേ a is equal to 5 r is equal to എന്താ കോമൺ റേഷ്യോ സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം എത്രയാ മൈനസ് 5/2 ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം എത്രയാ 5 5 എനിക്ക് 5/1 എന്ന് എഴുതിയാലോ ഒരു കുഴപ്പമില്ല 5/1 എത്ര 5 ആണ് ഈ 5 ഞാൻ ഈ 5 കൂടെ വെട്ടിക്കളഞ്ഞു ബാക്കി എന്നാണ്ട് മൈനസ് 1/2 ഈ 1 മേലോട്ട് പോകത്തില്ലേ മൈനസ് 1/2 അപ്പൊ നമ്മുടെ കോമൺ റേഷ്യോ കിട്ടിയല്ലോ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇത്ര എഴുതിയാൽ 1 മാർക്ക് കിട്ടും ഇത് എഴുതാൻ ആർക്കും അറിയത്തില്ലേ എ എന്ന് പറഞ്ഞ ഫസ്റ്റ് ടൈം എഴുതാം കോമൺ റേഷ്യോ കണ്ടുപിടിക്കാൻ ആർക്കും അറിയാം സെക്കൻഡ് ടൈം ബൈ ഫസ്റ്റ് ടൈം അല്ലെ അതും കണ്ടുപിടിച്ചു ഇനി എന്നാ വന്നിരിക്കുന്നത് ഏതോ ഒരു ടേമിനെ നമുക്ക് എന്ന് വിളിക്കാമല്ലോ നമ്മൾ അങ്ങനെയാ വിളിക്കാറുള്ളത് 5/1024 എന്നിട്ട് ചോദിച്ചിരിക്കുന്ന n വാല്യൂ കണ്ടുപിടിക്കാൻ ടേം ആ തന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ ഏത് ഇക്വേഷൻ എടുക്കും സമ്മിന്റെ ഇക്വേഷൻ എടുക്കണ്ട കാരണം സമ്മിന്റെ കാര്യം ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല ഏതോ ഒരു ടേം എന്ന് പറഞ്ഞാൽ എന്താ n is equal to എന്താണ് ar raised to n minus 1 ar raised to n minus 1 ഈ ഇക്വേഷൻ എടുക്കും n ന്റെ സ്ഥാനത്ത് ഇപ്പൊ നമുക്കറിയാം എത്രയാ 5/1024 ആണല്ലോ എയുടെ വാല്യൂ നമുക്കറിയാം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 5 അല്ലെ ആർ എത്രയാ കോമൺ റേഷ്യോ അത് ഞാനിപ്പോ കണ്ടുപിടിച്ചു മൈനസ് 1/2 റേസ് ടു n minus 1 ഇത്രേ ഉള്ളൂ സംഭവം ഈ 5 കൂടെ വെട്ടിക്കളയാൻ എല്ലാവർക്കും അറിയാലോ രണ്ട് സൈഡിലും 5 അപ്പുറത്തും ഇപ്പുറത്തും മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെ അപ്പുറത്ത് മൾട്ടിപ്ലൈ ചെയ്യല്ലേ അപ്പൊ നമുക്ക് ഈ 5 കൂടെ എന്ത് ചെയ്യാം വെട്ടിക്കളയാം പ്ലസ് ആണെങ്കിൽ ഒരിക്കലും വെട്ടിക്കളയില്ല കേട്ടോ പ്ലസ് ചെയ്യുമ്പോൾ ചിലർക്കൊക്കെ ഉള്ള ഒരു ഡൗട്ട് അത് ഓൾറെഡി ഓൺലി മൾട്ടിപ്ലൈ 5 വരുമ്പോൾ വെട്ടിക്കളയും ഇപ്പൊ ബാക്കി എന്നാ ഉണ്ട് ഇവിടെ താഴെ 1/1024 നോക്കിയേ ഇവിടെയോ -1 ഹോൾ റേസ് ടു n minus 1 അതുപോലെ എന്നതാ 2 റേസ് ടു n minus 1 അപ്പൊ നോക്കിയേ -1നും പവർ n minus 1 ഉണ്ട് ഇവിടെ എന്നതാ 2നും പവർ എത്രയാണ് n minus 1 അപ്പൊ നോക്കിയേ നമുക്ക് ഈ 1ന് ഇപ്പുറത്തുള്ള 1നെ വേണമെങ്കിൽ -1 റേസ് ടു എന്ത് വേണമെങ്കിലും എഴുതാലോ അങ്ങനെ എഴുതാൻ പറ്റുമോ ഇല്ല നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റത്തില്ല -1 റേസ് ടു എഴുതാൻ പറ്റത്തില്ല 1/1024 എഴുതാലോ ഈ 1024 എന്ന് പറഞ്ഞാൽ നമുക്ക് 2ന്റെ ടേംസിൽ എഴുതാലോ കാരണം ഇപ്പുറത്ത് 2 ആണോ റൈറ്റ് സൈഡിൽ 2 ആണോ അപ്പൊ ഞാൻ ലെഫ്റ്റ് സൈഡിലും 2 ആക്കും 2ന്റെ ഏതോ ഒരു പവർ ആണ് 1024 ഏതാ 2ന്റെ ഏതോ ഒരു പവർ 2 റേസ് ടു 10 ആണ് എത്ര 1024 ഇത് പഠിച്ചു വെച്ചേക്കണം കേട്ടോ 2 റേസ് ടു 1 2 റേസ് ടു 2 അതായത് 2 സ്ക്വയർ 4 2 ക്യൂബ് 8 2 റേസ് ടു 4 എത്രയാ 16 2 റേസ് ടു 5 32 2 റേസ് ടു 6 64 2 റേസ് ടു 7 128 2 റേസ് ടു 8 256 2 റേസ് ടു 9 512 2 റേസ് ടു 10 1024 ഇത്രയെങ്കിലും പഠിച്ചു വെക്കണം 2 റേസ് ടു 11 ഒന്നും പഠിക്കണ്ട ഇത്രയാ 2048 അതൊന്നും ഓർക്കണ്ട ജസ്റ്റ് ഇത്ര ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക 2 റേസ് ടു 10 വരെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ വെച്ച് കണ്ടുപിടിക്കല്ലേ 2 ആണെങ്കിൽ 2ന്റെ ഏത് പവർ ആണ് 1024 അങ്ങനെ ഉള്ളു സംഭവം കരുത്തുള്ളൂ ഇപ്പൊ എത്രയാ 2 റേസ് ടു 10 നമുക്ക് ഇതിനെ 1024 എങ്ങനെ എഴുതാം 1 ഡിവൈഡഡ് ബൈ 2 റേസ് ടു എത്ര എഴുതാം 1024നെ 2 റേസ് ടു 10 എന്ന് എഴുതാലോ അതുപോലെ തന്നെ ഞാൻ ഇതിനെയും -1 റേസ് ടു 10 എന്ന് എഴുതിക്കോട്ടെ കുഴപ്പമുണ്ടോ -1 റേസ് ടു 10 കാരണം എന്താ -1ന്റെ പവർ 10 ആയാൽ അത് ഈവൻ നമ്പറാ എത്രയാ 1 തന്നെയാ -1 റേസ് ടു ഈവൻ നമ്പർ 1 അല്ലെ അപ്പൊ 2 റേസ് ടു 1024 വരെ ഞാൻ എന്ത് എഴുതി 2 റേസ് ടു 10 ഇത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയാൽ മക്കളെ ഇവിടെ താഴെ 2 റേസ് ടു 10 ഇവിടെ എത്രയാ 2 റേസ് ടു n minus 1 അപ്പൊ നമുക്ക് ബേസ് ഈക്വൽ ആണെങ്കിൽ എത്രയാ പവേഴ്സ് ഇക്വേറ്റ് ചെയ്യാലോ ബേസ് ഈക്വൽ രണ്ടിടത്തും 2 അപ്പൊ പവേഴ്സ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ n minus 1 is equal to 10 എന്ന് എഴുതാലോ ബേസ് ഈക്വൽ ആയതുകൊണ്ട് n is equal to എത്രയാ
10 -1 ഇപ്പുറത്തോട്ട് വരുമ്പോൾ +1 എത്രയാ 11. അപ്പൊ ആൻസർ ആയില്ലേ 11. എത്രാമത്തെ ടൈമാ 5/24 എന്ന് പറയാം 1024 എന്ന് പറഞ്ഞാൽ എത്രയാ 11ാമത്തെ ടൈം. ഇനി ഒരുത്തരൊന്നും ഇതൊന്നും അറിയത്തില്ല, നേരെ അങ്ങോട്ട് എഴുതി വെച്ചേക്കണം. ആദ്യത്തെ ടൈം 5, രണ്ടാമത്തെ -5/2, മൂന്നാമത്തെ 5/4. നമുക്കറിയാം താഴെ കൂടി 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 പോവാ. അപ്പൊ നാലാമത്തെ ടൈം എത്രയായിരിക്കും 5/8, അഞ്ചാമത്തെ എത്രയായിരിക്കും 5/16, ആറാമത്തെ എത്രയായിരിക്കും അങ്ങനെ എഴുതി എഴുതി പൊക്കണം. എന്നിട്ട് നമുക്ക് എണ്ണി കണ്ടുപിടിക്കാം എത്രാമത്തെ ടൈമാണ്. അങ്ങനെയാണെങ്കിൽ എഴുതി വെച്ചോണം. 2 മാർക്കാണെങ്കിൽ 1.5 മാർക്കെങ്കിലും കിട്ടിയിരിക്കും. മനസ്സിലായാലോ? ഇപ്പൊ നിങ്ങൾ കാണുമ്പോൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ടൈം എഴുതുക, കോമൺ റേഷ്യോ എഴുതുക, എന്നിട്ട് ടേം ആണെങ്കിൽ ടേമിന്റെ ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. 5ഉം 5ഉം വെട്ടിപ്പോയി 1/1024 1024 is equal to -1/2 raised to n minus 1. -1 raised to n minus 1 divided by 2 raised to n minus 1. ഈ 1024 എനിക്ക് 2 raised to 10 എന്ന് എഴുതാമല്ലോ. അതേപോലെ തന്നെ 1 and -1 raised to 10 രണ്ട് സെയിം ആ കണ്ടോ. അപ്പൊ രണ്ടിടത്തും -1 -1 താഴെ 2ഉം 2. നമുക്ക് പവേഴ്സ് സെയിം അല്ല ബേസ് സെയിം ആയതുകൊണ്ട് പവർ ഇക്വേറ്റ് ചെയ്യാം. ഒരിടത്ത് n-1 മറ്റിടത്ത് 10. അതാണ് ഞാൻ എന്ത് എഴുതിയിരിക്കുന്നത് n-1 is equal to 10 -1 ഇപ്പുറത്തോട്ട് വന്നു 10 + 1 11. മനസ്സിലായല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും ചോദിക്കുക. നോക്കിയ മക്കളെ, മാർച്ച് 2014 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാ. ഞാൻ നിങ്ങളോട് പറഞ്ഞു മാർച്ച് 2014 തൊട്ട് മാർച്ച് 2020 വരെ ഒരൊറ്റ പ്രൂഫേ ഉള്ളൂ ചോദിച്ചിട്ടുള്ളൂ പരീക്ഷയ്ക്ക്. ഒരൊറ്റ പ്രൂഫേ ഉള്ളൂ ചോദിച്ചിട്ടുള്ളൂ. ആ പ്രൂഫാണ് നോക്കിയേ. അപ്പൊ നമുക്ക് എന്തായാലും ചെയ്തു നോക്കാം. ആ ഒരൊറ്റ പ്രൂഫ് നമ്മൾ എന്തായാലും ചെയ്ത് പഠിച്ചിരിക്കണം അല്ലെ. നോക്കി ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ പ്രൂഫ് ആണല്ലോ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയൊന്നും കരുതരുത്. ഇത് നോക്കി, ഈ ക്വസ്റ്റ്യൻ പ്രൂഫ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഉള്ള പ്രോബ്ലംസിനെക്കാട്ടിയും സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൂഫ് ആയത്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. 5th term, 8th term, 11th term of a GPR PQS respectively. എന്തുകൊണ്ട് അവർ 6 എറിഞ്ഞ്? PQ and 6 അല്ലേ? എന്റെ പേരും റോഷൻ എന്നാ പിന്നെ 6 കൊടുത്തൂടെ? അല്ല, അങ്ങനെയല്ല. ഈ 6 എന്ന് പറയുന്ന സാധനം കോമൺ റേഷ്യോ അല്ലേ? 6 എന്ന് പറയുന്ന സാധനം കോമൺ റേഷ്യോ. അത് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയാണ് അവർ എന്ത് കൊടുത്തിരിക്കുന്നത്? PQS അല്ലേ? PQS. അപ്പൊ 5th term എന്ന് പറയുന്നത് P ആണ്, 8th term എന്ന് പറയുന്നത് Q ആണ്, 11th term എന്ന് പറയുന്നത് S ആണ്. അങ്ങനെയാണെങ്കിൽ പ്രൂഫ് ദാറ്റ് Q സ്ക്വയർ ഈസ് ഈക്വൽ ടു PS. നമുക്ക് നോക്കാം 5th term. അപ്പൊ 5th term എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ എഴുതുന്നത്? A5 അല്ലെ? ഫസ്റ്റ് ടേമിന് A1 എന്ന് എഴുതാം, സെക്കൻഡ് ടേമിന് A2 എന്ന് എഴുതാം. അപ്പൊ എനിക്ക് 5th termന് A5 എന്ന് എഴുതിക്കൂടെ? A5 എന്നാണെങ്കിൽ എത്രയാ വന്നിരിക്കുന്നത്? P എന്ന് വന്നിട്ടുണ്ട് അല്ലെ. പിന്നെ അടുത്ത തന്നെ വന്നിരിക്കുന്നത് A8th term എത്രയാ? Q എന്ന് വന്നിട്ടുണ്ട്. A11th term എത്രയാ? S എന്ന് വന്നിട്ടുണ്ട്. നോക്കി, ഏതെങ്കിലും ടേം വന്നാൽ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഇപ്പൊ n എന്നാണെങ്കിൽ നമ്മൾ എന്ത് എഴുതും? AR⁻n-1 അല്ലെ. അതിനെക്കാട്ടി ബെറ്റർ ആയിട്ട് നമ്മൾ ഇപ്പൊ 15 ആണെന്ന് വെച്ചോ. 15 ആണെങ്കിൽ A എഴുതും, R എഴുതും, ഒന്ന് കുറച്ചെഴുതും. 15 - 1 എത്രയാ? 40. ഇപ്പൊ 15 ആണെങ്കിൽ ഇവിടെ ഒന്ന് കുറവും. അപ്പൊ അതേപോലെ A5 ആണെങ്കിൽ നമുക്ക് ഇതിന് എന്ത് എഴുതാം? AR⁻4 എന്ന് എഴുതാലോ, ഒന്ന് കുറച്ചെഴുതി. 5 ആണ് ഇവിടെ 4. അതേപോലെ A8 ആണെങ്കിൽ നമുക്ക് ഇതിന് എന്ത് എഴുതാം? AR⁻7 എഴുതാലോ, ഒന്ന് കുറച്ച്. A11 ആ, ഇപ്പൊ എത്ര എഴുതും? AR⁻10 ആയല്ലോ. ഇനി പ്രൂവ് ദാറ്റ് എന്താ? Q സ്ക്വയർ ഈസ് ഈക്വൽ ടു PS അല്ലെ. Q സ്ക്വയർ ഈസ് ഈക്വൽ ടു PS. Q എന്ന് പറഞ്ഞാൽ എന്താ? നടുക്കത്തെ അതിനെ സ്ക്വയർ ചെയ്യുക. അപ്പൊ Q സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? AR⁻7 എന്ത് ചെയ്യുക? അങ്ങോട്ട് സ്ക്വയർ ചെയ്തേ. എനെ സ്ക്വയർ ചെയ്താൽ A സ്ക്വയർ. R⁻7 * 49 അല്ല. A⁻m ⁻n. A⁻m എന്താ? mn. രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പൊ എയുടെ പവർ 2 ആയിരുന്നപ്പോ A2 A⁻2 A സ്ക്വയർ. R⁻7 എന്ന് പറഞ്ഞാൽ എത്രയാ? 7 × 2 14. അപ്പൊ Q സ്ക്വയർ കിട്ടിയില്ലേ? A സ്ക്വയർ R⁻4 40. ഇനി PS എന്ന് പറഞ്ഞാൽ എന്നതാ? എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഞാൻ എന്തോ PS എന്ന് പറഞ്ഞു. അപ്പൊ ഈ PS ഉണ്ടപ്പോ ഞാൻ അവനെ ഓർത്തു. ഓക്കെ, PS എന്ന് പറയുമ്പോൾ P-യും S കൂടെ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. P-യും S കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ P എത്രയാ? P എന്ന് പറഞ്ഞാൽ AR⁻4, S എന്ന് പറഞ്ഞാൽ എത്രയാ? AR⁻10. ഇത് നമ്മൾ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തേ. ഇവിടെ എയുടെ പവർ 1, ഇവിടെ എയുടെ പവർ 1. നമ്മൾ നേരത്തെ പറഞ്ഞു A⁻m × A⁻n A⁻m+n. അപ്പൊ A⁻1 × A⁻1 എത്രയാ? A⁻1 + 1 1 + 1 എത്രയാ? 2. R⁻4 × 10 അപ്പൊ എത്രയാ? 4 × 10 വരുമ്പോ കൂട്ടണം. 4 + 10 എത്രയാ? 14. നോക്കിയേ, PS-ഉം Q സ്ക്വയറും ഈക്വൽ ആയില്ലേ? PS-ഉം Q സ്ക്വയറും ഈക്വൽ ആയില്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? Q സ്ക്വയർ ഈസ് ഈക്വൽ ടു PS. രണ്ടും ഈക്വൽ ആയല്ലോ. നോക്കിയേ, Q സ്ക്വയർ എന്ന് പറഞ്ഞാലും A സ്ക്വയർ R⁻4 ആണ്. PS എന്ന് പറഞ്ഞാലും തന്നെയാ A സ്ക്വയർ R⁻4. സിമ്പിൾ അല്ലേ? ഇതാണ് ആകപ്പാടെ ചോദിച്ചിട്ടുള്ള പ്രൂഫ് ക്വസ്റ്റ്യൻ. പക്ഷെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു 10-15 എണ്ണം ഉണ്ട്. അതൊന്നും ചെയ്യണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പഠിച്ചോ കേട്ടോ. കാരണം നമുക്ക് ആകപ്പാടെ ഉള്ളത് GP അല്ലേ. എന്നാലും അത് ചോദിക്കാൻ ചാൻസ് ഇല്ല. എന്റെ മനസ്സ് പറയുന്നത് ചോദിക്കത്തില്ലെന്നാണ്. എന്നാലും പഠിച്ചു വെച്ചോ. ഈ പ്രൂഫ് എളുപ്പമല്ലായിരുന്നു. ഇതാണ് ആകപ്പാടെ ചോദിച്ചിട്ടുള്ള ഇതുവരെ ചോദിച്ചിട്ടുള്ള പ്രൂഫ്. നോക്കിയ മക്കളെ, 2015 മാർച്ചിൽ ചോദിച്ചിട്ടുള്ള ഒരു കിടക്കാച്ചി ക്വസ്റ്റ്യൻ ആയിരുന്നു. നല്ല അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് സംഭവം എന്ന് പറയുക, ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ
നമുക്ക് അറിയത്തില്ലെങ്കിൽ എന്ത് ചെയ്യാം, ജി പി എന്നാന്ന് അറിയുകയാണെങ്കിൽ നമുക്ക് ഇത് ഉണ്ടാക്കിയാണല്ലോ എഴുതാൻ പറ്റും. ഉണ്ടാക്കി കറക്റ്റ് ആയിട്ട് ആൻസർ എഴുതാൻ പറ്റും. ഇത് ലോജിക് ക്വസ്റ്റ്യനും കൂടിയാണ്. അതായത് ജി പി എന്നാന്ന് അറിയണം, ബാക്കി നമുക്ക് ലോജിക് ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇൻസേർട്ട് 3 numbers. ഇൻസേർട്ട് എന്ന് പറഞ്ഞാൽ 3 നമ്പേഴ്സിനെ കയറ്റുക. ഇതിന് ഇടയ്ക്കാ 1-നും 256-നും ഇടയ്ക്ക്. ഇപ്പൊ 1-നും 256-നും ഇടയ്ക്ക് 3 നമ്പേഴ്സിനെ കയറ്റണം. കണ്ടോ, 256-നും ഇടയ്ക്ക് 3 നമ്പേഴ്സ്. ഇത് ഒന്നാമത്തെ ടേം. അപ്പൊ നമുക്ക് ഇതിനെ A2 എന്ന് വിളിക്കാം, ഇതിനെ A3 എന്ന് വിളിക്കാം, A4. ഇപ്പൊ ടേം ആയോ? ഇല്ല, ജസ്റ്റ് ഒരു ജനറൽ ഈ ടേംസ് കണ്ടുപിടിക്കണം. അതിന്റെ പ്രത്യേകത എന്താ, ഇത് 5-ന്റെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു സീക്വൻസ് ആണ്. ആ സീക്വൻസിന്റെ പ്രത്യേകത ജി പിയിലായിരിക്കണം. അതായത് ഇതിന്റെ കോമൺ റേഷ്യോ എന്തായിരിക്കണം, സെയിം ആയിരിക്കണം അല്ലെ. അപ്പൊ ആ A2, A3, A4 ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. നമുക്ക് അറിയാവുന്ന പോലെ ചെയ്യാമല്ലോ. ഫസ്റ്റ് ടേം A എത്രയാ, 1. ഇനി അടുത്തത് ഈ 256 എന്ന് പറയുന്നത് എത്രാമത്തെ ടേം മക്കളെ? എണ്ണി നോക്കിയേ. 1, 2, 3, 4, 5 അഞ്ചാമത്തെ ടേം. അപ്പൊ A5 ആണ് 256. A5 എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ജി പിയിൽ എന്താ, നേരെ എഴുതിക്കണോ R⁴. എഴുതുക, 6 എഴുതുക, 1 കുറച്ച് എഴുതുക. 5-ന്ന് 1 പോയാൽ 4 = 256. ഏടെ വാല്യൂ അറിയാലോ, 1 × R⁴ = 256. ഈ 256-നെ നമുക്ക് ഈ R⁴ അതേപോലെ power⁴ എന്ന് എഴുതാൻ പറ്റും? പറ്റണം. അല്ലെങ്കിൽ എന്താ, പറ്റിപ്പിക്കണം. എങ്ങനെയാ നോക്കിയേ, 4⁴ 4 ആണ്. 4² എത്രയാണ്, 16 ആണ്. 4⁵ എത്രയാണ്, 16 × 4 എത്രയാ, 64 ആണ്. അതുപോലെ 4⁴ നോക്കിയേ, 64 × 4 64 × 4 എത്രയാ, 256. അപ്പൊ നമുക്ക് ഈ 256-നെ എങ്ങനെ എഴുതാം, 4⁴ എന്ന് എഴുതാല്ലേ, ഡയറക്റ്റ് എഴുതാമല്ലോ 4⁴. അപ്പൊ പവർ സെയിം ആ. പവർ സെയിം ആണെങ്കിൽ ബേസും സെയിം ആവണം. അപ്പൊ നമുക്ക് കിട്ടിക്കുന്നത് R⁴ = 4⁴. പവർ സെയിം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, R = എത്ര കിട്ടി, 4 കിട്ടി. എയും കിട്ടി, ഫസ്റ്റ് ടൈമും കിട്ടി, കോമൺ റേഷ്യോയും കിട്ടി. ഇനി എന്നതാ, A2, A3, A4 സിമ്പിൾ ആൻഡ് പവർഫുൾ. എവിടെയാ പഠിച്ചിരിക്കുന്നേ അല്ലെ, നമ്മുടെ പ്രേമം സിനിമയിൽ അല്ലേ പറയുന്ന മാവ. A2 എന്ന് പറഞ്ഞാൽ എന്താ, A2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടൈം കണ്ടുപിടിക്കാൻ AR⁻n - 1. AR⁻2 - 1 2 - 1 എത്രയാ, 1. അപ്പൊ A എത്രയാ, 1. R എത്രയാ, 4. 1 × 4 4. A2 കിട്ടിയല്ലോ. A2 എത്രയാ, 4 കിട്ടി. ഇനി അടുത്ത തേർഡ് ടൈം എന്ന് പറഞ്ഞാൽ എന്താ, AR². 3 ആണെങ്കിൽ 2 കുറച്ച് 1 കുറച്ചു. അപ്പം A എന്ന് പറഞ്ഞാൽ 1, R². R എന്ന് പറഞ്ഞാൽ 4 ആ, നമുക്ക് ഇപ്പൊ കിട്ടിയിരുന്നു. 4-ന്റെ സ്ക്വയർ. 1 × 16. 1 × 16 എത്രയാ, 16. അപ്പൊ കിട്ടിയല്ലോ. A3 16. ഇനി A4 എന്ന് പറഞ്ഞാൽ എന്താ, A4 എന്ന് പറഞ്ഞാൽ AR³ എഴുതുക, 1 കുറച്ച് എഴുതുക. A എത്രയാ, ഫസ്റ്റ് ടൈം 1. R³ എന്ന് പറഞ്ഞാൽ 4-ന്റെ ക്യൂബ്. 1 × 4³ എത്രയാ, 4 × 4 × 4 4 × 4 × 4 എത്ര എഴുതിയാ, 4³ എഴുതി വെച്ചിട്ടുണ്ട്. എത്രയാ, 64. കിട്ടിയില്ലേ, 1 × 64 64. അപ്പൊ ഇതിനിടയ്ക്കുള്ള 3 ടേംസ് ഏതൊക്കെയാ, അപ്പൊ നമ്മൾ ഫുൾ ആയിട്ട് എഴുതുവാണെങ്കിൽ 1, അടുത്ത ടൈം എത്രയാ, 4 16 64 256. കണ്ടോ, എല്ലാത്തിനെയും 4 കൊണ്ട് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കും. അപ്പൊ നമ്മുടെ ഇതൊന്നും നിങ്ങൾ ചിന്തിച്ചിരിക്കും, 1-നും 256-നും ഇടയ്ക്ക് 3 ടേംസിനെ കണ്ടണം ജി പിയിലാണ്. അപ്പൊ കോമൺ റേഷ്യോ സെയിം ആയിരിക്കും. അപ്പൊ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് ഈ ആൻസർ കിട്ടാവുന്നേ ഉള്ളല്ലോ. അങ്ങനെ കിട്ടാൻ മക്കളെ, നമുക്ക് അങ്ങനെയും ആൻസറിനെ എന്ത് ചെയ്യാം, ഒപ്പിക്കാനായിട്ട് പറ്റും കേട്ടല്ലോ. നമുക്ക് ഈ 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 9ാമത്തെ ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ കുറെ വട്ടം, ഒരു 4-5-6 വട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ 9ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഈ 8 ക്വസ്റ്റ്യനും പഠിച്ചിട്ടില്ലല്ലോ, 9ാമത്തെ ക്വസ്റ്റ്യൻ പഠിച്ചു വെച്ചാണ് കേട്ടല്ലോ. 8 ക്വസ്റ്റ്യനും പഠിച്ചില്ലല്ലോ, 9ാമത്തെ ക്വസ്റ്റ്യൻ പഠിച്ചു വെച്ചിരിക്കണം. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കേട്ടല്ലോ. അത് ജസ്റ്റ് നമ്പർ മാത്രം മാറ്റി ചോദിക്കും. നമ്പർ മാറ്റി എൻട്രൻസിന് വരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, എൻട്രൻസിന് ഓപ്ഷൻ തന്നിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ ഈ 9ാമത്തെ ക്വസ്റ്റ്യൻ ഒരു കാരണവശാലും നിങ്ങൾ വിട്ടുവരും. അതെങ്ങനെയാ വരുന്നതെന്ന് നന്നായിട്ട് പഠിച്ചോണം. മനസ്സിലായില്ലേ, എന്നോട് ചോദിച്ചേക്കണം കേട്ടോ. ഇനിയും ചോദിച്ചു. പക്ഷെ ആ 9ാമത്തെ ക്വസ്റ്റ്യൻ പഠിച്ചിക്കണം. പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കും. 100% ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, 100% ഷുവർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. നോക്കിയ മക്കളെ, നമ്മുടെ 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ സം ഓഫ് n ടേംസ് ഓഫ് ദ സീക്വൻസ്. n ടേം ഇൻഫിനിറ്റി അല്ല, ഇൻഫിനിറ്റി വരുമ്പോഴാണ് A/1 - R. ഇവിടെ n ടേംസ് ചോദിച്ചാൽ നമ്മുടെ ഇക്വേഷൻ ശ്രദ്ധിച്ചോ. ഇത് കണ്ടിട്ട് GP അല്ല, AP അല്ല, ഒരു സാധനമല്ല. പക്ഷെ നമ്മൾ ഇതിനെ എന്തിലോട്ടാക്കണം, GP ഒരു ക്വസ്റ്റ്യൻ. ഇത് കറക്റ്റ് GP അല്ല, ഡയറക്റ്റ് GP ഫോർമുല യൂസ് ചെയ്യരുത്, കാരണം GP അല്ല. നമ്മൾ എന്തിനാണ് ഇതിനെ GP ആക്കണം. അതെങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചോണം. ഈ സാധനം 7 77 777 അങ്ങനെയല്ലേ, വേണമെങ്കിൽ എന്ത് ചോദിക്കാം, 8 88 888 അങ്ങനെയൊക്കെ ചോദിക്കാം. ചോദിച്ചിട്ടുണ്ട്. 4 44 444 അതും ചോദിച്ചിട്ടുണ്ട്. 9 99 അത് ഞാനിതെല്ലാം ഏത് ഇയർ ആണെന്നൊക്കെ പറഞ്ഞുതരാം ഈ ക്വസ്റ്റ്യൻ കഴിയുന്നുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേൾക്കുക. ഇംപ്രൂവ്മെന്റ് 2014 തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് സം കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ SN എന്ന് എഴുതുക. സം ആയതുകൊണ്ട് ഇതെല്ലാം കൂടെ കൂട്ടുക. 7 + 77 + 770 ഇങ്ങനെ കൂട്ടി എത്ര വരെ പോകണമെന്ന് പോലും നമുക്കറിയത്തില്ല.
അല്ലെ? അപ്പൊ എന്നിന്റെ ടേംസിലായിരിക്കും ആൻസർ, സം ഓഫ് n ടേംസ് എന്ന് പറഞ്ഞിട്ട്. ഇനി ചെയ്യാൻ വേണ്ടി പോകുന്ന ഓരോന്നും ഓരോ സ്റ്റെപ്പ്. ഇതാണ് സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഇവിടുന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, ആ 7നെ അങ്ങ് കോമൺ എടുത്തു. 7നെ അങ്ങ് കോമൺ എടുത്തു. ബാക്കി എന്നാ ഉണ്ട്? 7 എടുത്തു കഴിഞ്ഞാൽ 1. 7 × 1 ആണ് 1. സോറി 7. 7 × 11 ആണ് 77. 7 × 11 77. അടുത്ത എത്രയാ? ഇങ്ങനെ പോകും. മനസ്സിലായല്ലോ? അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഇതിനകത്ത് നിന്ന് ഒരു നാച്ചുറൽ നമ്പറിനെ അങ്ങ് എടുക്കുക. 7 എടുത്തു. മനസ്സിലായല്ലോ? എന്നിട്ട് അകത്ത് 1 11 ആ സംഭവമാക്കിയോ. ഇനി ചെയ്യേണ്ടത് തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ് തന്നിരിക്കുന്നതിനെ പ്ലസ് ആക്കി എഴുതുക. സെക്കൻഡ് സ്റ്റെപ്പ് നാച്ചുറൽ നമ്പർ വെളിയിലെടുക്കുക. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 9 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 9ന്റെ പ്രത്യേകത ഉണ്ട് കേട്ടോ. 9 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഓരോ ടേമിനെയും. ഇപ്പൊ 1 × 9 9, 9 × 11 99. ഇതോ 999. ഇങ്ങനെ പോവുക. കണ്ടോ? കണ്ടല്ലോ? 7/9 ഓരോന്നിനെയും 9 കൊണ്ട്. 1 × 9 9, 11 × 9 99, 1 × 9. മനസ്സിലായല്ലോ? ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത് ശ്രദ്ധിച്ചേ. ഇവിടെ 7/9 ഉണ്ട്. ശ്രദ്ധിച്ചോണം. ഇവിടെ 9 9നെ എനിക്ക് 10 - 1 എന്ന് എഴുതാമല്ലോ. 10 - 1 10 - 1 എത്രയാ? 9. ഇപ്പൊ ഈ 99 അങ്ങനെ ആയിരിക്കും. അപ്പം ഓട്ടോമാറ്റിക്കലി യെസ് 100 - 1 അല്ലെ? 100ൽ നിന്ന് 1 പോയാൽ എത്രയാണ്? 99. അപ്പൊ 999 ആണെങ്കിലോ യെസ് 1000 - 1. ഇങ്ങനെ പോവാ. നമുക്ക് എത്ര വരെയാന്ന് അറിയത്തില്ല. ഇങ്ങനെ ജനറൽ ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. മനസ്സിലായല്ലോ? ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നെന്ന് പറഞ്ഞാൽ ഇത്ര മനസ്സിലായല്ലോ? ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നെന്ന് പറഞ്ഞാൽ Sn = 7/9 ഉണ്ട്. ശ്രദ്ധിച്ചേ. അകത്തുള്ള ടേംസ് 10 100 1000 ഇതിനെല്ലാം ഞാൻ അങ്ങോട്ട് ഒരുമിച്ച് എഴുതി. ഇപ്പം 10 ഉണ്ട്, അടുത്തേതാ 100 ഉണ്ട്, പിന്നെ ഏതാ ഇങ്ങനെ അങ്ങ് പോവാ അല്ലെ? 10 100 1000 ഇതിങ്ങനെ പോവാ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? അത് ആദ്യമേ അങ്ങോട്ട് കോമൺ ആക്കി എഴുതി. 10 100 1000 ഇങ്ങനെ പോവാ കുറച്ച് ടേംസ്. ഇനി ഇതിന്റെ കൂടെ ബാക്കി ആരുണ്ട്? ഇവിടെ എല്ലാം -1 -1 -1 ഇങ്ങനെ അതും പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഞാൻ ഈ മൈനസ് കോമൺ എടുത്തു. ബാക്കി കോമൺ എടുത്തു ഞാൻ ഏതാ 1 + 1 + 1 + ഇങ്ങനെ പോവല്ലേ അല്ലെ? എല്ലായിടത്തും 1 ആയിട്ട് വരും. മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് 1 ആയിട്ട് വന്നതെന്ന് പറഞ്ഞത്? കാരണം ഞാൻ മൈനസ് വെളിയിലെടുത്തു. മൈനസ് വെളിയിലെടുത്തു കഴിഞ്ഞാൽ -1 -1 എന്നാ വരുന്നത്. അപ്പൊ ഞാൻ ആ -1 എടുത്താൽ മനസ്സിലാക്കണം. ഇതിങ്ങനെ എക്സെട്ര ആയിട്ട് ഇങ്ങനെ പോവാം. അപ്പൊ നോക്കിയേ, ഇപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്നത് Sn = 7/9. ശ്രദ്ധിച്ചേ. ആദ്യം ഞാൻ 10 100 1000 ഇങ്ങനെ എഴുതി. ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 10 × 10 100, 100 × 10 1000. അപ്പൊ നമ്മുടെ വേണ്ട സാധനം എന്താ? GPI 10 100 1000. അടുത്ത ഏതാ? 10,000. അടുത്ത് 1 lakh ഇങ്ങനെ പോവാം. അപ്പൊ ഇതെന്താ? ഒരു GP അല്ലെ? 10 100 1000 ഇതൊരു GP അല്ലേ? കാണുമ്പോഴേ മനസ്സിലാവും. 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് പോവാ. അപ്പം GP ആണെങ്കിൽ ഇതിന്റെ എല്ലാം സമ്മ. GPയുടെ സമ്മിന്റെ ഇക്വേഷൻ ഏതാ? Sn = നമുക്കറിയാം A × r⁻n - 1 divided by r - 1 when r value greater than 1. ഇവിടെ r value greater than 1 ആണല്ലോ. r ന്റെ വാല്യൂ 10 ആ. അപ്പൊ 10 കൊണ്ടാ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഈ സ്ഥാനത്തിന് നമുക്ക് എങ്ങനെ എഴുതാം? A × r⁻n - 1. A എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം എത്രയാ? 10 ആണ്. ഇനി r⁻n, r എന്ന് പറഞ്ഞാൽ കോമൺ റേഷ്യോ. കോമൺ റേഷ്യോ എങ്ങനെയാ കണ്ടുപിടിച്ചത്? മനസ്സിലായല്ലോ? എങ്ങനെയാ കോമൺ റേഷ്യോ കണ്ടുപിടിച്ചത്? സെക്കൻഡ് ടൈം ബൈ ഫസ്റ്റ് ടൈം 100/10 എത്രയാ? അതും 10 ആണ്. റേസ് ടു എന്താ? n - 1 റേസ് ടു n - 1 ഡിവൈഡഡ് ബൈ താഴെയോ r - 1. r - 1 എന്ന് പറഞ്ഞാൽ 10 - 1. മനസ്സിലായല്ലോ? ഇതിന് മാറ്റി മനസ്സിലായല്ലോ? 10 100 1000 പിന്നെ മാറ്റിയത് എങ്ങനെയാ? സം ഓഫ് n ടേംസ് ഓഫ് എ GP ആണ്. A × r⁻n - 1 divided by r - 1. r ന്റെ വാല്യൂ എത്രയാ? 10 ആണ്. അപ്പൊ ഫസ്റ്റ് ടൈമും 10 ആണ്. അപ്പൊ 10 × 10⁻n - 1 divided by 10 - 1. ഇത് നോക്കിയേ, മൈനസ് ഇവിടെ 1 + 1 + 1 + 1 + 1 + 1 + അങ്ങ് പോവാ. അങ്ങനെ n ടേംസ് ഉണ്ട്. 1 + 1 എത്രയാ മക്കളെ? 2 ആ. അപ്പൊ 2 ടേംസ് എടുക്കുവാണെങ്കിൽ 2 ആവും. 3 വട്ടം 1 ആഡ് ചെയ്താലോ 1 + 1 + 1 3 ആ. 4 വട്ടം വന്നാലോ 1 + 1 + 1 + 1 എത്രയാ? 4 ആ. അങ്ങനെയാണെങ്കിൽ 2 വട്ടം വന്നപ്പോൾ 2, 3 വട്ടം വന്നപ്പോൾ 3, 4 വട്ടം വന്നപ്പോൾ 4, 5 വട്ടം വന്നപ്പോൾ 5, 6 വട്ടം വന്നപ്പോൾ 6. അങ്ങനെയാണെങ്കിൽ n വട്ടം വന്നപ്പോൾ n. ഇതിന്റെ വാല്യൂ എത്രയാ? n. ഇത് ഇത്രയും ടേമിന്റെ വാല്യൂ എത്രയാണ്? 1 + 1 + 1 + 1 + 1 അങ്ങനെ n വരെയാ. 1 + 1 ആണെങ്കിൽ 2 വട്ടം ആയിരുന്നെങ്കിൽ 2 വന്നേനെ, 3 വട്ടം ആയിരുന്നെങ്കിൽ 3 വന്നേനെ, 4 വട്ടം ആയിരുന്നെങ്കിൽ 4 വന്നേനെ. n വട്ടം ആകുമ്പോൾ n വരെയാകും. മനസ്സിലായല്ലോ? n വട്ടം വന്നപ്പോൾ n വരെ. ഇതിനെ സോൾവ് ചെയ്താൽ ആൻസർ ആയി. ഇനി നോക്കിയേ, മൾട്ടിപ്ലൈ ചെയ്തേ 7 × 10 ഓരോന്നിനെയും ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാം. 7 × 10 70 ഡിവൈഡഡ് ബൈ ഇവിടെ ഒരു 9. ഇവിടെ 10 - 1 9 ആ. അപ്പൊ 9 × 9 എത്രയാ? 9 × 9 81 റേസ് ടു ബാക്കി 7 × 10 ഓൾറെഡി എഴുതി 70, 9 × 9 81 എഴുതി. ബാക്കി എന്നാ ഉണ്ട്? 10⁻n - 1. ഇനി നോക്കിയേ, ഈ 7/9 എനിക്ക് ഇതും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാലോ. 7/9 × n എത്രയാ? -7/9 n. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ.
ഒന്നുകൂടെ പറഞ്ഞുതരാം, കാരണം ഇത് ഇമ്പോർട്ടന്റ്, അതുകൊണ്ടാണ് ഈ വീണ്ടും വീണ്ടും പറയുന്നത്. നോക്കി, നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ അതേ സാധനത്തിനെ പ്ലസ് പ്ലസ് ഇട്ട് എഴുതി, പിന്നെ എന്താ 7 വെളിയിലോട്ട് എടുത്തു. ഏത് നമ്പർ ആണോ ഉള്ളത് ആ നമ്പറിനെ അങ്ങ് വെളിയിലിടുക. ബാക്കി 1 + 11 + 111 അങ്ങനെ പോകുന്നു. ഇനി എന്ത് ചെയ്തു? തേർഡ് സ്റ്റെപ്പിൽ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 9 കൊണ്ട് ഡിവൈഡ് ചെയ്തു അല്ലെ. 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 9 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 7/9 × 9 + 99. ഇപ്പൊ 9 എങ്ങനെ എഴുതാം? 10 - 1. 99 എങ്ങനെ എഴുതാം? 100 - 1. 999 എങ്ങനെ എഴുതാം? 1000 - 1. ഇങ്ങനെ എഴുതിയാ പോരെ. എന്നിട്ട് ആദ്യത്തെ ടേമുകൾ എടുക്കുക, 10, 100, 1000. അതൊരു GP ആണെന്ന് മനസ്സിലായി. GPയുടെ ഫോർമുല യൂസ് ചെയ്തു. ബാക്കി എന്നതാ -1 -1 -1 -1 -1. അപ്പൊ ആ മൈനസ് അങ്ങ് വെളിയിൽ എടുത്തിട്ട് ബാക്കി ആകത്ത് എന്നതാ 1 + 1 + 1 + 1. അതെല്ലാം കൂടി ചേരുമ്പോൾ n കിട്ടി. അപ്പൊ ഇനി മൾട്ടിപ്ലൈ ചെയ്ത് 7 × 10 70, 9 × 9 81, ബാക്കി 10⁻⁻⁻⁻⁻. വീണ്ടും 7/9 n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, -7/9. ഇനി നമുക്ക് ഇതിനെ ഒന്ന് നമ്പർ മാറ്റിയിട്ടാലോ? കാരണം നമ്പർ മാറ്റിയും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ 777 വരെ മാറ്റി എന്താക്കി 888. അത് ഏത് കൊല്ലം കൂടി ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞുതരാം. കാരണം നോക്കി, എന്റെ കയ്യിൽ ടെക്സ്റ്റ് ഇതുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, അതിനകത്ത് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യൻ ഇംപ്രൂവ്മെന്റ് 2014 ചോദിച്ചിട്ടുള്ളതാണ്. ഇംപ്രൂവ്മെന്റ് 2015 ചോദിച്ചത് 5 + 5 + ഉണ്ടോ, അതും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. ഓരോ ഇയറും കൂടെ ഞാൻ പറഞ്ഞേക്കാം. ഈ ടൈപ്പ് ഇമ്പോർട്ടന്റ് ആണോ അല്ലയോ എന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ്. ഇംപ്രൂവ്മെന്റ് 2015 ചോദിച്ചിരിക്കുന്നത് 5 + 55 + ഇങ്ങനെ പോകുന്നു 555. ഇത് ചോദിച്ചിട്ടുണ്ട്. ഇംപ്രൂവ്മെന്റ് 2015 ചോദിച്ചത്. പിന്നെ ചോദിച്ചിട്ടുള്ളത് പിന്നെ ഉണ്ട് മക്കളെ. മാർച്ച് 2017 ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 8 + 88 + 888 ഇങ്ങനെ പോകുന്നു. ഇത് മാർച്ച് 2017 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ചോദിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മാർച്ച് 2018 ചോദിച്ചത്. മാർച്ച് 2018 ചോദിച്ചത് 4 + 44 + 444. കണ്ടോ, ഇതെല്ലാം ഒരേ മോഡലല്ലേ കിടക്കുന്നത്. ഇതല്ലാതെ ഇച്ചിരി വ്യത്യാസമുള്ള ഒരു സാധനം കൂടി ഉണ്ട്. അത് ഞാൻ നിങ്ങൾ എന്തായാലും ക്ലാസ്സിൽ ചെയ്യിപ്പിച്ചോളാം. പിന്നെ അതേതുകൊണ്ട് ഇംപ്രൂവ്മെന്റ് 2017 ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചു. അന്ന് ആ വർഷം റിപ്പീറ്റഡ് ആയിരുന്നു. മാർച്ചിലും ഇംപ്രൂവ്മെന്റിലും ഒരേ ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചായിരുന്നു. കേട്ടോ, പഠിച്ചവൻ എഴുതി കാണുമായിരിക്കും. ഇംപ്രൂവ് ചെയ്താണ് എന്താ ചെയ്തു കാണും. നമുക്ക് എന്തായാലും ആ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ചെയ്യാം. അതായത് 8 + 8 + കണ്ടോ, ഇതെല്ലാം ചോദിച്ചിട്ടുണ്ട്. എല്ലാം ഒരേ മോഡലാണ്, നമ്പർ മാത്രം മാറ്റിയത്. അപ്പൊ നമുക്ക് എന്തായാലും ഇതും കൂടെ ചെയ്തേക്കാം. എന്തായിരുന്നു? ആദ്യമേ SN എന്ന് വിളിക്കുക. 8 + 88 + 888 + ഇങ്ങനെ പോവാ. എന്നിട്ട് എന്തായിരുന്നു സ്റ്റെപ്പ്? ഏത് നമ്പർ ആണോ ഉള്ളത് ആ നമ്പറിനെ വെളിയിടുക. 8 വെളിയിലിട്ടു. ബാക്കി 1 + 11 + 111 ഇങ്ങനെ പോവാണല്ലോ. കണ്ടല്ലോ. എന്നിട്ട് എന്ത് ചെയ്യുക? അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ SN = 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 9 9, 99, 999. ഇത് എത്രാമത്തെ? നമുക്ക് 10ാമത്തെ ക്വസ്റ്റ്യൻ ആക്കാം. ഇങ്ങനെ പോകുന്നു. ഇനി നോക്കിയേ, ഇനി എന്നാ ചെയ്യേണ്ടത്? 8/9 എഴുതുക. 9 എന്താക്കുക? 10 - 1 ആക്കുക. 99 എന്താക്കുക? 100 - 1 ആക്കുക. 999 എന്താക്കുക? 1000 - 1 എന്നാക്കുക. ഇങ്ങനെ പോകുന്നു അല്ലെ. ഈ വീഡിയോ ഇത് ആദ്യം 10ാമത്തെ കാണരുത്, 9ാമത്തെ ഉള്ളു കാണാറ്. ഇനി എന്താ ചെയ്യേണ്ടത്? 8/9 എഴുതിയിട്ട് ആദ്യത്തെ ടേമുകൾ 10, 100, പിന്നെ ഏതാ 1000 ഇങ്ങനെ എഴുതുക അല്ലെ. എല്ലാം എഴുതണ്ട, ജസ്റ്റ് ഈ എക്സെട്ര. പിന്നെ -1 ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അങ്ങനെ -1 കുറെ ഉണ്ട്. അപ്പൊ നമ്മൾ -1 എടുത്ത് കഴിയുമ്പോൾ ബാക്കി 1 + 1 + 1 അങ്ങനെ എക്സെട്ര അപ് ടു n വരെ. ഇവിടെ നിന്ന് എന്ത് ചെയ്യണം? 8/2 കണ്ടോ, ഇവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ അതേ സാധനം തന്നെ വീണ്ടും. GPT ഇല്ലേ, ഫസ്റ്റ് ടേം ഇൻറ്റു ഇപ്പൊ എന്തായിരുന്നു ഇക്വേഷൻ? ഫസ്റ്റ് ടേം ഇൻറ്റു r⁻n - 1. r എത്രയാ? കോമൺ റേഷ്യോ. ഇവിടെയും 100/10 എത്ര തന്നെയാ? 10 തന്നെയാ. 10⁻n - 1 ഡിവൈഡഡ് ബൈ 10 - 1. ഇവിടെയോ? ഇവിടെ എന്ത് കിട്ടും? -1 n ടൈംസ്. ഞാൻ പറഞ്ഞു 1നെ 2 ടൈംസ് ആണെങ്കിൽ 2 കിട്ടും, 3 ടൈംസ് ആണെങ്കിൽ 3 കിട്ടും, n ടൈംസ് ആണെങ്കിൽ എന്ത് കിട്ടും? n കിട്ടും. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ ആയി. നോക്കിയേ, 8 × 10 80 ഡിവൈഡഡ് ബൈ 9 × 10 - 1 9. അപ്പൊ 9 × 9 എത്രയാ? 81. ബാക്കി എന്നാ ഉണ്ട്? 10⁻n - 1. ഇവിടെ കണ്ടോ, 8 × 10 80 എഴുതി, 9 × 9 81 എഴുതി, 10⁻n - 1. അടുത്തത് 8/9 × n എത്രയാ? -8/9 n. ആൻസർ ആയില്ലേ? ഇതാണ് നമ്മുടെ 10ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി ഞാൻ 11ാമത്തെ ക്വസ്റ്റ്യൻ ഒരെണ്ണം ചെയ്യാൻ വേണ്ടി പോയ മക്കളെ. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ടൈപ്പ് തന്നെയാണ്, പക്ഷെ ഫ്രാക്ഷൻ ആയിട്ട് വന്നു. ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഡെസിമൽ ആയിട്ട് വന്നു. ഈ 0.1, 0.2 അങ്ങനെയൊക്കെ വന്നാൽ എന്ത് ചെയ്യും? അത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. നോക്കി മക്കളെ, 11ാമത്തെ ക്വസ്റ്റ്യൻ ഇംപ്രൂവ്മെന്റ് 2016 2016 ഇംപ്രൂവ്മെന്റിൽ ചോദിച്ചിട്ടുള്ള ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത നേരത്തെ പോലത്തെ തന്നെയാണ്, പക്ഷെ ഒരു ഒറ്റ വ്യത്യാസം 6 + 66 അല്ല, ഇവിടെ 0.6 + 0.6. അപ്പൊ നമുക്ക് ഡൗട്ട് അടിക്കും ഏതാണ് വെളിയിലോട്ട് എടുക്കേണ്ടത്. നമുക്ക് ചെയ്ത് നോക്കാം. ഈ സംഭവം ചെയ്യുക. ഇത് മോഡലായിരിക്കും ചോദിക്കുന്നത്. ഇപ്പൊ നോക്കിയാൽ SN എന്ന് പറഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ട്.
ഓൾറെഡി ഞാൻ എന്ത് ചെയ്തു 6നെ വെളിയിലെടുത്തു. നേരത്തെ പോലെ തന്നെ നമ്പർ ഏതാണോ അതിനെ അങ്ങോട്ട് വെളിയെടുക്കുക. 6നെ വെളിയെടുത്തു കഴിഞ്ഞാൽ ബാക്കി ഉണ്ട് 0.1, അടുത്ത എന്നതാ 0.11, അടുത്ത എന്നതാ 0.111, ഇങ്ങനെ പോവല്ലേ. വ്യത്യാസമുള്ളൂ. 6നെ എടുത്തു, 6.0.1 6.6, 6.0.11 എത്രയാ 0.66 കേട്ടോ. ഇനി തന്നെ ആയിരിക്കും നമ്മൾ ചെയ്ത പോലെ തന്നെ, ഒരൊറ്റ വ്യത്യാസമില്ല. നേരത്തെ പോലെ തന്നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതെന്ത് വരും 0.9 ആവും. ഇത് എത്രയാവും 0.99 ആവും അല്ലെ. 0.99 എന്നൊക്കെ പറയണം കേട്ടോ, എളുപ്പവഴിക്ക് വേണ്ടിയാ. 999 ഇങ്ങനെ പോവാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു, നേരത്തെ ചെയ്ത പോലെ തന്നെ 1 മൈനസ് എന്നൊക്കെ ആക്കും അല്ലെ. അപ്പൊ ഇവിടെ 0.9, അപ്പൊ നമുക്ക് എന്താക്കണം 1 മൈനസ് 0.1 ആക്കണം അല്ലെ. 1ൽ നിന്ന് 0.1 കുറയ്ക്കുന്നതാണ് എത്ര 0.9. അപ്പൊ ഈ 0.99 ആണെങ്കിലോ 1 മൈനസ് 0.01 കേട്ടോ. 1ൽ നിന്ന് 0.01 കുറയ്ക്കുന്നതാണ് എത്ര 0.99. കുറച്ച് നോക്കിയാൽ മതി. ഇതിനെ കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും 0.99 കിട്ടും. അടുത്താണെങ്കിലോ 1 മൈനസ് 0.001 എന്ന് കിട്ടും കേട്ടോ. ഇങ്ങനെ പോവാം. ഇതിങ്ങനെ ടേംസ് വരെയുണ്ട്. പിന്നെ എന്നാ ചെയ്യണം, ഇതിനെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ കോമൺ ആയിട്ട് നേരത്തെ 1 അപ്പുറത്തെ സൈഡിലായിരുന്നു, പക്ഷെ ഇപ്പൊ ആദ്യമേ ആവും. ഇപ്പൊ 1 അങ്ങനെ കുറെ എണ്ണമുണ്ട്. 1+1+1 ഇതിങ്ങനെ കിടക്കുക. അതിനെ അങ്ങോട്ട് കോമൺ ആക്കി എഴുതി. ബാക്കിന്റെ മൈനസ് ഞാൻ കോമൺ എടുത്തു. മൈനസ് കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കിന്റെ ഇവിടെ 0.1 പ്ലസ് ഇപ്പുറത്തോ മൈനസ് കോമൺ എടുത്തുകൊണ്ട് 0.01, അടുത്ത 0.001 ഇങ്ങനെ അങ്ങോട്ട് പോവാം. മനസ്സിലായല്ലോ. ഇനി എന്നാ ചെയ്യാം നോക്കിയേ. ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് 6/9 ഇൻറ്റു നമുക്കറിയാം 1+1+1+1 ഇതൊരു എല്ലാ ടേംസും 1ന്റെ ടേംസ് എന്ത് ചെയ്യുക അങ്ങനെ ആഡ് ചെയ്ത് പോവാം. ഞാൻ ഓൾറെഡി പറഞ്ഞു 1 ഇങ്ങനെ n ടൈംസ് ആഡ് ചെയ്യുന്നെങ്കിൽ എത്രയാ n എന്ന് എഴുതുക. മൈനസ് ഇവിടെ നോക്കിയേ 0.1 നമുക്ക് എങ്ങനെ എഴുതാം 1/10 എന്ന് എഴുതാലോ. 0.01 നമുക്ക് എങ്ങനെ എഴുതാം 0.01 1/100 എന്ന് എഴുതാലോ. 100നെ 1/100 ചെയ്യുമ്പോഴല്ലേ 0.01 കിട്ടുന്നത്. അപ്പൊ ഇത് എത്രയായിരിക്കും 1/1000. ഇങ്ങനെ പോവാം കണ്ടോ. ഇവിടെ എന്താ ഇവിടുത്തെ പ്രത്യേകത എന്നതാ, ഇവിടെ നമുക്ക് രണ്ടാമത്തെ സൈഡിലാണ് എന്ത് കിട്ടുന്നത് ഒരു GP കിട്ടുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. GP ആണ് കാരണം എന്നതാ 1/10 1/100 ഒരു GP ആണ് നമുക്ക് മനസ്സിലായി കണ്ടോ. A എന്ന് പറയുന്നത് 1/10. ഇപ്പൊ കോമൺ റേഷ്യോ എത്രയായിരിക്കും ഇവിടെ. കോമൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം. ഫസ്റ്റ് ടേം എത്രയാ 10. ഈ 0യും വെട്ടിപ്പോയി. ബാക്കി എന്നാണ്ട് ഈ 1 മേളിലോട്ട് പോകും, താഴെ എത്രയാ 10 ഉണ്ട്. അപ്പൊ 1/10 സെയിം നമ്പർ തന്നെ. അപ്പൊ 6/9 ഇൻറ്റു n മൈനസ് ഇവിടെ ചെയ്യുമ്പോൾ എത്ര കിട്ടും. ഇവിടെയും ഒരു GP ആണെന്ന് മനസ്സിലായി. നമ്മൾ എന്ത് ചെയ്തു സെയിം ഫോർമുല. എന്തായിരുന്നു ഫോർമുല A ഇൻറ്റു r⁻n−1 ഡിവൈഡഡ് ബൈ r-1. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ ഫോർമുല യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ r-ന്റെ വാല്യൂ ലെസ് ദാൻ 1 ആണ്. 1/10 അല്ലേ 0.1. അപ്പൊ മറ്റേ ഇക്വേഷൻ A ഇൻറ്റു എന്താ 1 മൈനസ് r⁻n ഡിവൈഡഡ് ബൈ 1 - r. വ്യത്യാസം മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് മറ്റേ ഫോർമുല യൂസ് ചെയ്യുന്നതെന്ന്. ഇപ്പൊ എന്ത് വരും യുടെ സ്ഥാനത്ത് 1/10. അടുത്ത എന്നതാ 1 മൈനസ് r⁻n. r എത്രയാ 1/10 ഹോൾ റൈസ് ടു n ഡിവൈഡഡ് ബൈ 1 മൈനസ് r. 1 എന്ന് പറഞ്ഞാൽ 1/1 മൈനസ് 1/10 കിട്ടിയല്ലോ. ഇതിനെ ഇനി മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ നമ്മൾ എന്തായി ആൻസർ ആയി. ഓക്കെ എന്ത് വരും ഇനി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും ഓരോന്നിനെ മൾട്ടിപ്ലൈ ചെയ്യാം. 6/9 ഇൻറ്റു n 6/9 n മൈനസ് അടുത്ത് ഓരോന്നിനെ മൾട്ടിപ്ലൈ ചെയ്യണം. 6 ഇൻറ്റു 1 6 9 ഇൻറ്റു 10 90 കേട്ടോ. 9 ഇൻറ്റു 10 90. പിന്നെ എന്നാണ്ട് 1 മൈനസ് 1/10 ഹോൾ റൈസ് ടു n ഉണ്ട്. താഴെയോ 1 മൈനസ് 1/10 1 മൈനസ് 1/10 എന്നുണ്ട്. അപ്പൊ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 മൈനസ് 1/10 10 മൈനസ് 1 എത്രയാ 9/10 എന്ന് കിട്ടും. ഇവിടെ എത്ര കിട്ടും 9 ഡിവൈഡഡ് ബൈ 10. ഈ ഡിവൈഡഡ് ബൈ 10 മേലോട്ട് പോകല്ലോ. അപ്പൊ ഈ 0 വെട്ടിക്കളയാലോ. അപ്പൊ എന്ത് കിട്ടും ഫൈനൽ ആൻസർ കിട്ടി 6/9n മൈനസ് 6 ഇൻറ്റു 1 അല്ലെ. ഈ 0 പോയല്ലോ. അപ്പൊ 6/9 ഇൻറ്റു 9 എത്രയാ 81 റേസ് ടു 1 മൈനസ് 1/10 ഹോൾ റേസ് ടു n. മനസ്സിലായല്ലോ. 6/9 അതേപോലെ എഴുതി. 6 ഇൻറ്റു 1 6 ഇൻറ്റു 1 എത്രയാ 6 എന്ന് എഴുതി. ബാക്കി എന്നതാ 9ഉം ഈ 0യും വെട്ടിപ്പോയി. 9 ഇൻറ്റു 9 എത്രയാ 81 എഴുതി. ബാക്കി 1 മൈനസ് 1/10 ഹോൾ റേസ് ടു. ഇത്ര മനസ്സിലായല്ലോ. ഇതാണ് പോയിന്റ് ഒക്കെ വന്നാൽ എങ്ങനെയാ ചെയ്യേണ്ടത്. അപ്പൊ മനസ്സിലാക്കി എടുത്തോളം. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ 12ാമത്തെ ക്വസ്റ്റ്യൻ തീരാറായി ക്വസ്റ്റ്യൻ. ആ 12ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാലും കുറെ വട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. അത് ഇച്ചിരി ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലം. നമ്മൾ വീഡിയോ കഴിഞ്ഞപ്പോ ഹാർഡ് ലെവലിലേക്കായി. ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കളെ. മക്കളെ 12ാമത്തെ ക്വസ്റ്റ്യൻ വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ചോദിച്ചിട്ടുണ്ട് കുറെ വട്ടം. സൈഡിൽ കിടപ്പുണ്ട്. മാർച്ച് 2017 2019 2020 ചോദിച്ചു. പക്ഷെ നമ്പർ മാറ്റിയാ ചോദിച്ചത്. 2017ലും 19ലും സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചു. 2020 നമ്പർ മാറ്റിയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്.
അപ്പൊ ഞാൻ 2017-ലെയും 2019-ലെയും ചെയ്യാം. എന്നിട്ട് 2020-ൽ ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പ്രോബ്ലം ചെയ്തിട്ട് എന്ത് ചെയ്യുക, എനിക്ക് എന്ത് ചെയ്യുക, ആ എന്റെ നമ്പറിലേക്ക് ഒന്ന് ചെയ്ത് ഇട്ട് തരും കേട്ടോ. അത് കാണുമ്പോൾ എന്തായിരിക്കും, തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ചെയ്തിട്ടൊന്ന് ഇട്ട് തരും. എനിക്ക് അത് കാണുമ്പോൾ ഒരു സന്തോഷമായിരിക്കും. കാരണം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ആത്മാർത്ഥമായിട്ട് വീഡിയോ കാണുന്നെങ്കിലും ഒന്ന് മനസ്സിലാവും. എന്ത് ചെയ്യുക, അപ്പം ആ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ചെയ്യുക. എന്നിട്ട് എനിക്ക് ഈ നമ്പറിലേക്ക് ഒന്ന് ഇട്ട് തന്നാൽ മതി കേട്ടല്ലോ. 9633606725 ഇതിലേക്ക് എന്ത് ചെയ്യുക, ആ ആൻസർ ഒന്ന് ഇട്ട് തരും കേട്ടോ. ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എനിക്ക് ഈ നമ്പറിലേക്ക് ഒന്ന് ഇട്ട് തരും. ഓക്കെ, ഏതാ 2020-ലെ ക്വസ്റ്റ്യൻ. എന്തായാലും ഞാനിപ്പം ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാം. കാരണം ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്തായാലും നോക്കിക്കളയാം. നോക്കിയേ, ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് സം ഓഫ് ഫസ്റ്റ് 3 terms ഓഫ് എ GP ഈസ് 13/12 and their product is -1. അതായത് 3 ടേംസ് ഉണ്ട്. ആ 3 ടേംസും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 3 ടേംസും കൂടെ കൂട്ടിയാൽ 13/12 എന്ന് കിട്ടും. അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ -1 എന്ന് കിട്ടും. മനസ്സിലായല്ലോ? അപ്പൊ വ്യത്യാസം മനസ്സിലാക്കണം. 3 കൂടെ കൂട്ടിയാൽ എത്രയാ? ആഡ് ചെയ്താൽ, സം എന്ന് പറഞ്ഞാൽ എന്താ, ആഡ് ചെയ്യുവാന്നല്ലേ. ആഡ് ചെയ്താൽ എത്ര കിട്ടും? 13/12 കിട്ടും. പ്രോഡക്റ്റ് -1. പക്ഷെ നമ്മൾ ഇത് കണ്ടാലും നമ്മൾ ചെയ്യുന്ന എവിടുന്ന അറിയോ? പ്രോഡക്റ്റിൽ നിന്നായിരിക്കും സംഭവം ചെയ്യാൻ തുടങ്ങുന്നത്. ആദ്യം സമ്മിൽ നല്ല തുടങ്ങുന്നത് പ്രോഡക്റ്റിൽ നിന്ന്. പക്ഷെ നമുക്ക് ആദ്യം അറിയേണ്ടത് 3 ടേംസ് ഉണ്ട്. പക്ഷെ 3 ടേംസ് അറിയത്തില്ല. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ ടേക്ക് 3 terms as, let 3 terms as. 3 ടേംസിൽ എന്താക്കുകൾ എടുക്കാറുള്ളൂ? വേറെ ഒരു ടേമും ആക്കി എടുക്കരുത്, കിട്ടത്തില്ല ആൻസർ. എന്തെടുക്കുക? A/R, A/AR. ഇങ്ങനെ ഉള്ളൂ ടേം എടുക്കാവുള്ളൂ. ഇങ്ങനെ എടുത്താലേ ആൻസർ കിട്ടാവത്തുള്ളൂ. അപ്പൊ ഓർക്കുക, 3 ടേംസിന്റെ പ്രോഡക്റ്റും സമ്മും തന്നാൽ 3 ടേംസിൽ എന്താക്കി എടുക്കുക? A/R, A/AR. ഇത് നോക്കി, ഇതിന്റെ പ്രോഡക്റ്റ് എത്രയാണെന്ന് വന്നിരിക്കുന്നത്? -1. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് 3 മൾട്ടിപ്ലൈ ചെയ്താൽ A/Rനെയും എനെയും ARനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. 3നെ കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും? -1. നോക്കിയേ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ആറും പോവല്ലോ. A ക്യൂബ് എന്ന് കിട്ടും. A ക്യൂബ് -1. ക്യൂബ് -1. അപ്പൊ A എത്രയായിരിക്കും? ക്യൂബ് ഇപ്പുറത്തോട്ട് വരുമ്പോ എത്രയാവും? -1 ആകത്തില്ലേ? -1ന്റെ ക്യൂബ് അല്ലേ -1. നോക്കിയേ, -1 × -1 × -1 -1 × -1 അപ്പൊ എത്രയാ? -1ന്റെ ക്യൂബ് ആണ് -1. അപ്പൊ A ഫസ്റ്റ് ടൈം കിട്ടിയില്ലേ? ഫസ്റ്റ് ടൈം ആയി. എത്രയാ? -1. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഞാൻ പറയില്ല, ആദ്യം പ്രോഡക്റ്റ് പിന്നെ സമ്മിലേക്ക് പോവാം. സം ഓഫ് 3 terms. സം എന്ന് പറഞ്ഞാൽ എന്താ? ഇത് 3 കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടുമെന്ന് പറഞ്ഞേ? 13/12. നമുക്ക് ഈ എയുടെ സ്ഥാനത്ത് എത്ര ഇട്ട് കൊടുക്കാം? -1 ഇട്ട് കൊടുക്കാമല്ലോ. -1 + R. ഇവിടെ A -1 -AR. അപ്പൊ എത്രയാ? -1 × R. എത്രയാ? -R എന്ന് എഴുതാമല്ലോ ഡയറക്റ്റ്. 13/12. നോക്കിയേ, A/R എന്ന് പറഞ്ഞാൽ -1/R പ്ലസ് A എന്ന് പറഞ്ഞാൽ -1 മൈനസ് A × R. അടുത്ത A × R എന്നല്ലേ? എയുടെ സ്ഥാനത്ത് -1 × R -1. നോക്കി, ഒറ്റയടിക്ക് ചെയ്യാം, വേണമെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്യാം. പക്ഷെ അതിലും എളുപ്പം LCM എടുക്കുന്നതായിരിക്കും. നോക്കിയ മക്കളെ, ഈ 3 എണ്ണം, ഈ 3ന്റെയും കൂടെ LCM എത്രയാ? താഴെ 6 വരുത്തണം. താഴെ എത്ര വരുത്തണം? 6. ഇവിടെ ഓൾറെഡി 6 ഉണ്ട്. അപ്പൊ നമുക്ക് നേരെ ന്യൂമറേറ്ററിലെ നമ്പർ എഴുതാം, -1. ഇവിടെ നോക്കി, ഇവിടെ 6 ഇല്ല. ഇവിടെ 6 ഇടണമെങ്കിൽ 1. അപ്പൊ -1. അപ്പൊ താഴെ 6 ഉണ്ടെങ്കിൽ താഴെ ഒരു 6 ഇട്ട് കൊടുത്താൽ പോരെ. ചുമ്മാ 6 ഇടാൻ പറ്റുമോ? മേളിൽ എന്ത് ചെയ്യണം? 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ -1 × R -R. ഇവിടെ എത്രയാ? -R. മനസ്സിലായല്ലോ? അപ്പൊ താഴെ ഓട്ടോമാറ്റിക്കലി 6 ആയില്ലേ? കണ്ടോ, ഓൾറെഡി താഴെ 6 ഉണ്ട്. ഇവിടെ -1 എന്നായിരുന്നു. താഴെ 6 ആക്കാൻ ഞാൻ താഴെയും മേളിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെയും ഒന്നുമില്ല, 1. അപ്പൊ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ ഉള്ള 6 ആവത്തുള്ളൂ. 1 × R, 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. മേളിലും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? 6 × R, R², which is equal to 13/12. ഇത്ര കിട്ടിയില്ലേ? ഇനി എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 12 × -1 -12 -12 × R -12R -12 × -R². -12R², which is equal to 13 × R. എത്രയാ? 13R. കണ്ടോ, 12 × -1 -12, 12 × -R -12R, 12 × -R², -12R², which is equal to 13R. നോക്കിയേ, സ്ക്വയർ എല്ലാം അപ്പുറത്തോട്ട് ഉണ്ടായി, എല്ലാത്തിനും അപ്പുറത്തോട്ട് ഉണ്ടാവും. 12R² അപ്പുറത്തോട്ട് പോകുമ്പോൾ +12R², -12R² അപ്പുറത്തോട്ട് പോകുമ്പോൾ +12R. ഓൾറെഡി അവിടെ ആരുണ്ട്? 13R ഉണ്ട്. -12 ഇപ്പുറത്തോട്ട് വരുമ്പോൾ +12, which is equal to 0. കണ്ടോ, എല്ലാത്തിനും ഞാൻ അപ്പുറത്തോട്ട് കൊണ്ടുപോയി. -12R² ആയിരുന്നു, അത് അപ്പുറത്തോട്ട് പോകുമ്പോൾ +12R² ആയി. -12R അപ്പുറത്തോട്ട് പോകുമ്പോൾ +12R ആയി. -12 അപ്പുറത്തോട്ട് പോകുമ്പോൾ +12 ആയി. 13R ഓൾറെഡി ഉണ്ട് ഇവിടെ. അപ്പൊ 12R² പ്ലസ് 12R പ്ലസ് 13R, 12ഉം 13 കൂടെ കൂട്ടി എത്രയാ? 25R പ്ലസ് 12 ഈസ് ഈക്വൽ ടു 0. ഇതെന്നാ സംഭവം? ഇപ്പം
നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് കിട്ടിയിരിക്കുന്നത്. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. നമ്മൾ 10ാം ക്ലാസ്സിൽ ഒരു കുറെ ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ. എന്തായിരുന്നു ഫോർമുല? ഫോർമുല നമുക്കറിയാം, x = -b. ഇവിടെ x ന് പകരം എന്താ? r = -b. -b എന്ന് പറഞ്ഞാൽ എന്താ? -25 പ്ലസ് ഓർ മൈനസ് √b². b² എന്ന് പറഞ്ഞാൽ 25ന്റെ സ്ക്വയർ. ഞാൻ ഡയറക്റ്റ് എഴുതുവാണേ. 25ന്റെ സ്ക്വയർ എത്രയാ? 625 മൈനസ് 4ac. 4ac എന്ന് പറയുമ്പോൾ 4 × 12 × 12 അല്ലെ? എയുടെ വാല്യൂ ഇതല്ലേ? ഇതല്ലേ ബി? ഇതല്ലേ സി? ac. ഇപ്പൊ 12 × 12 ഡിവൈഡഡ് ബൈ 2a. 2a എന്ന് പറഞ്ഞാൽ എത്രയാ? 2 × a. 2 × a എത്രയാ? 12. ഇപ്പൊ എത്ര കിട്ടും? ഇത് സോൾവ് ചെയ്യുമ്പോൾ -25 പ്ലസ് ഓർ മൈനസ് √625 മൈനസ് 12 × 12 144. 144 × 4 286. എത്ര കിട്ടും? 144 × 4 4 4 16 4 4 14 17 576. ഇപ്പൊ 625 മൈനസ് 3576 ഡിവൈഡഡ് ബൈ 32 × 12 24. വീണ്ടും സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? -25 പ്ലസ് ഓർ മൈനസ് ഇത് കുറയ്ക്കുമ്പോൾ 49 കിട്ടും. 625 മൈനസ് 526 എത്രയാ? 49. ഇപ്പൊ √49 എത്രയാ? നമുക്കറിയാലോ 7 ആണ്. √49 7. രണ്ടെണ്ണം കിട്ടിയില്ലേ? ഇതാണ് ആറിന്റെ വാല്യൂ. ഇപ്പൊ 2 വാല്യൂ കിട്ടും അല്ലെ? അപ്പൊ എങ്ങനെയാണ് 2 വാല്യൂ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നോക്കിയേ, r = നമുക്ക് എന്തൊക്കെ ഇട്ടിരിക്കുന്നത്? -25 പ്ലസ് ഓർ മൈനസ് 7 കിട്ടും അല്ലെ? അപ്പൊ നോക്കാം എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്. നോക്കിയേ, ഇച്ചിരി ചെറുതാക്കിയേ, കാരണം സ്പേസ് കിട്ടാൻ വേണ്ടി. ഇത്തിരി ലെങ്ത് പ്രോബ്ലം അല്ലേ? നോക്കിയേ, അപ്പൊ r = എത്ര കിട്ടി? -25 സോറി നോക്കിയേ മക്കളെ, r = എത്ര കിട്ടി? -25 പ്ലസ് 7/24 ഉണ്ട് അല്ലെ? ഇത് 49 ആയിരുന്നു. ഇപ്പൊ എത്രയാ? -25 പ്ലസ് 7/24 ഉണ്ട്. മറ്റേതാ? r = -25 മൈനസ് 7/24 ഉണ്ട് കേട്ടല്ലോ. അപ്പൊ -25 പ്ലസ് 7 എത്രയാ? 18 എന്ന് കിട്ടും അല്ലെ? -18 18 25 -18/24. ഇവിടെയോ -32/24. ചെറുതാക്കിയേ, 18 24 സെയിം നമ്പർ ഏതാ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നേ? 6 ഉണ്ട്. 6 × 3 18 6 × 4 24. അപ്പൊ 6 × 3 ഇപ്പൊ എത്രയാ? -3/4. 6 × 3 ആണ് 18. 6 × 4 ആണ് 24. ഇവിടെയോ r = എത്ര കിട്ടും? 32/24. 32 എന്ന് പറയുമ്പോൾ 32 എന്ന് പറയുമ്പോൾ എത്ര വരും? 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 8 × 4 32. ഇവിടെ എത്രയാ? 8 × 3 24. അപ്പം -4/3 നമുക്ക് കിട്ടിയില്ലേ? r = എത്ര കിട്ടി? -3/4 എന്നും കിട്ടി. മറ്റേതാ? -4/3. ഇനി നമുക്ക് 2 കേസ് ഉണ്ട്. ഒരെണ്ണം എത്രയാ? r = -3/4. രണ്ടാമത്തെ കേസ് എത്രയാ? r = -4/3. ഇത് രണ്ടും വെച്ചിട്ട് എന്ത് ചെയ്യണം? നമ്മൾ സോൾവ് ചെയ്യണം. അപ്പൊ ഞാൻ കേസ് 1 കാണിച്ചു തരാം. കേസ് 1 എന്ന് പറയുന്നത് r = എത്രയാ? -3/4. r = എത്രയാ? -3/4. അപ്പൊ നമ്മൾ ഓൾറെഡി a/r എന്നാണ് എടുത്തിരിക്കുന്ന ടേംസിനെ. അപ്പം ഫസ്റ്റ് ടേം ഏതാ? a/r. a നമുക്കറിയാലോ. a എത്രയാ? a എന്ന് പറയുന്നത് നമുക്ക് കിട്ടി -1. അപ്പൊ -1/r. r-ന്റെ വാല്യൂ എത്രയാ? -3/4. മൈനസും മൈനസും പോയി, ബാക്കി എന്നാണ്ട് 4 മേളിലോട്ട് പോകും. അപ്പൊ ആദ്യത്തെ ടേം കിട്ടിയില്ലേ? 4/3. a/r കിട്ടി 4/3. ഇനി രണ്ടാമത്തെ ടേം അറിയാലോ, a എടുത്തിരിക്കുന്നത്. അത് നമുക്കറിയാം -1 ആ. തേർഡ് ടേം ഏതാ? ar. a × r. എന്ന് പറയുന്നത് എത്രയാ? എന്ന് പറയുന്നത് -1 × r എന്ന് പറഞ്ഞാൽ എത്രയാ? -4/3. മൈനസ് × മൈനസ് പ്ലസ് 4/3. ഇപ്പൊ ടേംസ് കിട്ടിയില്ലേ? a/r. a/ar അതായത് a/r എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 4/3 അല്ലെ? ഇവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ മക്കളെ. 1/r ആണ് a/r. അപ്പൊ r-ന്റെ സ്ഥാനത്ത് എത്രയാ? -3/4. r-ന്റെ സ്ഥാനത്ത് 3/4 ആണ്. അപ്പൊ ഇവിടെ എത്രയാ? 3/4. അപ്പൊ എത്ര കിട്ടും ഇവിടെ? 3/4 ആണ്. അപ്പൊ a/ar. a എന്ന് പറയുന്നത് a/r എന്ന് പറയുന്ന ടേം എത്രയാ? 4/3. അടുത്ത ടേം എത്രയാ? -1. അടുത്ത ടേം എത്രയാ? 3/4. കിട്ടിയില്ലേ? 3 ടേംസ് കിട്ടി. 4/3 -1 3/. ഇത് കേസ് 1. ഇനി അതേപോലെ എന്നാ ചെയ്യണം? കേസ് 2. അത് എത്രയാ? r-നെ -4/3 ആക്കി എടുക്കണം. r-നെ എത്രയാക്കിയാ? -4/3. ഞാൻ വായിക്കുവാണേ. ഓക്കെ, മൂന്നാമത്തെ കേസ് 2 എന്ന് പറയുന്നത്, കേസ് 2ന്റെ പ്രത്യേകത എന്നതാ? r-ന്റെ വാല്യൂ എത്രയാ? നമ്മൾ ആദ്യം -3/4 ആയിരുന്നു. ഇപ്പൊ എത്രയാ? r = -4/3. അപ്പൊ ആദ്യത്തെ ടേം a/r. എയുടെ വാല്യൂ -1 ഡിവൈഡഡ് ബൈ -4/3. മൈനസും മൈനസും പോവും, ബാക്കി എന്നാ ഉണ്ട്? 3/4 ഉണ്ട്. പിന്നെ സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ a. അത് ഓൾറെഡി അറിയാം, -1. തേർഡ് ടേം എന്ന് പറഞ്ഞാൽ ar. a × r. a എത്രയാ? -1 × r എത്രയാ? r എന്ന് പറയുന്നത് -4/3. 4/3. ഇപ്പൊ എത്ര കിട്ടിയത്? -1 × -4 +4/3. ഏതൊക്കെയാ ടേംസ്? ആദ്യത്തെ ടേംസ് 3/4. രണ്ടാമത്തെ ടേംസ് എത്രയാ? 4/3. മൂന്നാമത്തെ ടേം രണ്ടാമത്തെ ടേം -1. മൂന്നാമത്തെ ടേം 4/3. മനസ്സിലായല്ലോ?
ഇത് നേരത്തെ തിരിച്ചല്ലായിരുന്നോ? നേരത്തെ എങ്ങനെയായിരുന്നു? 4/3 - 1 3/4. ഇപ്പൊ എത്ര കിട്ടിയത്? 3/4 - 1 4/3. കേട്ടോ, അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു. അത്രയും വ്യത്യാസമുള്ളൂ. ഈ ക്വസ്റ്റ്യൻ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. കാരണം ചോദിച്ചിട്ടുള്ള കുറെ വട്ടം ചോദിച്ചിട്ടുള്ള, ഞാൻ പറഞ്ഞിട്ടില്ലേ 2 വട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. അതുകൊണ്ട് ഇത്തിരി കഷ്ടപ്പെട്ടാട്ടാണെങ്കിലും എന്ത് ചെയ്യണം മക്കളെ, ഇതൊന്നും പഠിച്ചു വെച്ചേക്കണം. കാരണം ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളോട് ഞാൻ പറഞ്ഞു 2020 ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ടാണ് തരുന്നത്. ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതിന്റെ ആൻസർ ഒന്ന് എനിക്ക് വാട്സപ്പ് ചെയ്തേക്കണം. ഞാൻ നമ്പരും കുറച്ച് മുമ്പ് ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിന്റെ തംബ്നെയിൽ നോക്കിയാലും മതി, നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ തരാം. ഹോംവർക്ക് ക്വസ്റ്റ്യൻ നോക്കിയോ. സം ഓഫ് 2020 ചോദിച്ച സം ഓഫ് ഫസ്റ്റ് 3 ടേംസ്. ഇതേപോലെ തന്നെയാണ് നേരത്തെ ഇതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നേ. സം ഓഫ് 3 ടേംസ് ഓഫ് എ GP എന്ന് പറയുന്നത് 6 ആണ്. സം 6 ആണ്. അവിടെ നേരത്തെ എത്രയായിരുന്നു? 13/12. അതുപോലെ തന്നെ സം ഓഫ് നെക്സ്റ്റ് 3 ടേംസ്, സം ഓഫ് നെക്സ്റ്റ് 3 ടേംസ് അല്ലെ, ഇത് ഇച്ചിരി വ്യത്യാസമുണ്ട് അല്ലെ, നേരത്തെ പോലെ അല്ല. സം ഓഫ് നെക്സ്റ്റ് 3 ടേംസ് ഓഫ് എ GP എന്ന് പറയുന്നത് എത്രയാ? 128. എന്ത് കണ്ടുപിടിക്കാനാ? ഡിറ്റർമൈൻ എന്താ? എ. ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കുക, കോമൺ റേഷ്യോ കണ്ടുപിടിക്കുക, സം ഓഫ് n ടേംസ്. ഇതെന്ത് ചെയ്യുക? നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പ്ലീസ് എന്ത് ചെയ്യുക, ഈ നമ്പറിലേക്ക് എന്ത് ചെയ്യുക, ഒന്ന് ചെയ്തിട്ട് ആൻസർ ഇട്ടെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരേ ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസ് നമ്മൾ 2014 തൊട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് വന്നോണ്ടിരിക്കുക. ഇനിയും ഒരു 2 ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, അതുകൂടെ ചെയ്യാം. മക്കളെ 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇത്തിരി ലെങ്തിയാ, പക്ഷെ സിമ്പിൾ ആണ്. ഹൗ മെനി ടേംസ് ഓഫ് എ GP ആർ നീഡഡ് ടു ഗിവ് സം 3069 ഡിവൈഡഡ് ബൈ 512 അല്ലെ. ഇപ്പൊ ഒരു GP തന്നിട്ടുണ്ട്, അതിന്റെ സമ്മും തന്നിട്ടുണ്ട്. എത്ര ടേംസ് കൂട്ടിയാലാണ് ഈ സം കണ്ടുപിടിക്കേണ്ടത്? അതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. GP തന്നിട്ടുണ്ട്, സമ്മും തന്നിട്ടുണ്ട്. പക്ഷെ നമുക്കറിയേണ്ടത് എത്ര ടേംസ് കൂട്ടിയാലാണ് ഈ സമ്മ് കിട്ടേണ്ടത്. നമ്മുടെ GP ഏതാ? 3, 3/2, 3/4 ഇങ്ങനെ പോവാ. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യൻ കണ്ടാലേ ആദ്യം എന്ത് എഴുതിയേക്കണം? A. 3 കോമൺ റേഷ്യോ കണ്ടുപിടിക്കുക. കോമൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടൈം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടൈം. ഫസ്റ്റ് ടൈമിനെ 3 ഞാൻ 3/1 എന്ന് എഴുതി, കുഴപ്പമില്ല. ഈ 3 വെട്ടിപ്പോയി, നേരെ 1 മേളിലോട്ട് പോകും. എത്ര കിട്ടി? 1/2. 2 ഉണ്ട് അല്ലെ. 3/2 ഡിവൈഡ് ബൈ 3, 3 പോകും, 1 മേളിലോട്ട് പോകും, 1/2. ഇത് നോക്കിയാൽ സം ആ തന്നിട്ടുള്ളത്. സം എത്രയാണ് തന്നിരിക്കുന്നത്? സം ഓഫ് n ടേംസ് 3069 3069 ഡിവൈഡഡ് ബൈ 512. നോക്കി, ആറിന്റെ വാല്യൂ 1/2 ആ, ലെസ് ദാൻ 1 ആ. അപ്പൊ നമുക്കറിയാം ഏത് ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത്. ലെസ് ദാൻ 1 ആണെങ്കിൽ a into 1 minus r raised to n divided by 1 minus r. ഇത് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തേ. SN ന്റെ സ്ഥാനത്ത് എത്രയാ? 3069 divided by 512 എന്ന് കൊടുത്തു. a എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം, അതെനിക്കറിയാം. 3 എന്ന് ഞാൻ കൊടുത്തു. 1 minus r raised to n, r ന്റെ വാല്യൂ എനിക്കറിയാം 1/2 ആണ്. raised to എത്രയാ? n ആണ്. n ന്റെ വാല്യൂ എത്രയാ? അതാണ് കണ്ടുപിടിക്കേണ്ടത്. 1 minus r അല്ലെ. r എത്രയാ? നമുക്കറിയാലോ 1/2. അപ്പൊ 1 minus 1/2 കിട്ടും. ഇതിനെ വീണ്ടും സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3069 ഡിവൈഡഡ് ബൈ 512 is equal to 3 into ഈ 1 minus 1/2. ഒന്നിൽ നിന്ന് അര പോയാൽ അറിയാലോ മക്കളെ, അരയാ. ഒന്നിൽ നിന്ന് ഹാഫ് പോയി, 1 minus ഹാഫ്. ഈ 2 നേരെ മേലോട്ട്. 2 into 3 എത്രയാവും? 6 ആവും. ബാക്കി എന്നതാ? 1 minus 1/2 ഹോൾ റൈസ് ടു n. ഇത് സോൾവ് ചെയ്താൽ നമ്മുടെ ആൻസർ ആയി അല്ലെ. ഇപ്പൊ സംഭവം കത്തിയല്ലോ. നോക്കിയേ, 3069 ഡിവൈഡഡ് ബൈ, ഞാനിങ്ങനെ പിള്ളേരോട് ചോദിക്കും മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ എന്നോട് എന്റെ ഒരു സ്റ്റുഡന്റ് ഉണ്ട്. ആ സ്റ്റുഡന്റ് പറയും മനസ്സിലായി, പക്ഷെ മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ വേറൊരു സംഭവം എന്താ പറയുക, തലയ്ക്കകത്തോട്ട് കയറിയെന്ന് ചോദിക്കണം. എന്നോട് ഒരാൾ പറഞ്ഞിട്ടുള്ള, മനസ്സിലായോ എന്ന് ചോദിക്കുന്നതിനെക്കാട്ടി നല്ലതായിട്ട് ചോദിക്കുന്നതിനാ തലയ്ക്കകത്തോട്ട് കയറിയത്. ആ ആള് ഈ വീഡിയോ മിക്കവാറും കാണുന്നുണ്ടായിരിക്കും. ഓക്കെ, 3069 ഡിവൈഡ് ബൈ 512, പിന്നെ 3 into 2 ആവും. 3 into 2 6. അപ്പൊ നോക്കിയേ, 3069 ഡിവൈഡഡ് ബൈ 512 into ഈ 3 into 2 6 ആണല്ലോ. ഈ 6 ഇങ്ങോട്ട് വരത്തില്ലേ, which is equal to ബാക്കി 1 minus 1/2 ഹോൾ റൈസ് ടു n. നോക്കിയേ, ഇനി ഇതിനെ സോൾവ് ചെയ്താൽ ആൻസർ ആയി. ഇത് ചെറുതാക്കാം. നമുക്ക് നോക്കിയേ, 6 ആ. ഈ 6നെയും ഇതിനെയും ഒരേപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ എത്രയാ? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 ആ. ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ? 30ൽ 3 എത്രയാ? 10 വട്ടം. പിന്നെ 6നകത്ത് 3 എത്ര വട്ടം? 2 വട്ടം. 9 3 എത്ര വട്ടം? 3 വട്ടം. അപ്പൊ ഇതിന് ചെറുതാക്കുമ്പോൾ എത്ര കിട്ടി? 1023 കിട്ടി. അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താലും മതി. 1023 ഡിവൈഡഡ് ബൈ ഇവിടെയോ 512 into 2 1024 കിട്ടും. which is equal to 1 minus 1/2 raised to n എന്ന് കിട്ടും. ഇനി നോക്കിയേ, ഈ minus 1/2 raised to n ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്താവും? plus 1/2 raised to n ആവുമല്ലോ. ബാക്കി 1 ഉണ്ട് ഇവിടെ. ആ minus 1/2 raised to n മാത്രമേ ഇങ്ങോട്ട് കൊണ്ടുവന്നുള്ളൂ.
ഇതിനെ ഇങ്ങോട്ട് ഇടുന്നു 1023 ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ -1023 ഡിവൈഡഡ് ബൈ 1024. മനസ്സിലായല്ലോ? -1023 ഡിവൈഡഡ് ബൈ 1024. നോക്കി ഇത് സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1/2 raised to n which is equal to cross multiply ചെയ്യുമ്പോൾ 1 into 1024 1 into 1024 എത്രയാ? 1024 മൈനസ് എത്രയാ? 1023 അല്ലെ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ 1 into 1024 മൈനസ് പിന്നെ എത്രയാ? 1 into 1023 ഡിവൈഡഡ് ബൈ 1024 അല്ലെ? ഇത് സോൾവ് ചെയ്താൽ നമ്മുടെ ആൻസർ ആയി. ഓക്കെ, സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1/2 raised to n which is equal to 1024 1023 കുറച്ചാൽ 1 ഡിവൈഡഡ് ബൈ 1024. ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ 2 ആ. ഇവിടെ 2 ആകുമ്പോൾ നമ്മൾ ഇവിടെയും 2 ആക്കണം. 2ന്റെ ഏത് പവർ ആണ് 1024? 2 raised to 10 ആണ്. കണ്ടോ? ഇതിനെയും 1 raised to 10 എന്ന് എഴുതാലോ. സോൾവ് ചെയ്തേ 1/2 raised to n. ഇവിടെ എത്രയാ? 1/2 raised to 10. ഇപ്പൊ നോക്കിയേ n is equal to നമുക്ക് ഡയറക്റ്റ് എഴുതാലോ. എത്രയാ? 10. ഇവിടെയും 2 ഇവിടെയും 2 raised to 10. ഇവിടെ എത്രയാ? raised to n. n is equal to എത്രയാണ്? 10. സിമ്പിൾ അല്ലേ? ഇത് വലിയ പാടുള്ള ക്വസ്റ്റ്യൻ ഒന്നും അല്ല. കുറച്ച് ആ ഇക്വേഷൻ മാത്രം അറിഞ്ഞാൽ മതി. a into 1 minus r raised to n. ബാക്കിയുള്ള എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുന്നുള്ളൂ. സോൾവ് ചെയ്താൽ മതി. നോക്കിയേ, ആദ്യമേ ഞാൻ എയുടെ വാല്യൂ ഇട്ട് കൊടുത്തു, ആറിന്റെ വാല്യൂ കണ്ടുപിടിച്ചു, ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, സോൾവ് ചെയ്തു. ഇത്രേ ഉള്ളൂ. മനസ്സിലായല്ലോ? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യങ്ങളാണ് GP-യിൽ സാധാരണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് എന്താ പറയുന്നത്, ഈ 1 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. 1 മാർക്കിന് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തരും. അത് AP അല്ല GP അല്ല, ജനറൽ ആയിട്ടുള്ള കുറച്ച് ഇതാ കാണുമ്പോഴേ എല്ലാവർക്കും ചെയ്യാന്ന. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 6th ടേം കണ്ടുപിടിക്കാനാണ്. a എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് 2n - 3/6. നമ്മൾ ചോദിച്ചിരിക്കുന്ന a6 കണ്ടുപിടിക്കാം. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഇങ്ങനെ ഒരു ജനറൽ ആയിട്ടൊരു സീക്വൻസ് വരും. എന്നിട്ട് 6th ടേം എന്ന് പറഞ്ഞാൽ n സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കുക? 6 ഇട്ട് കൊടുക്കുക. അപ്പൊ എത്ര വരും? 2n - 1 എന്നായിരുന്നു, 2n - 3 എന്നായിരുന്നു. അപ്പൊ n സ്ഥാനത്ത് 6 ഇടുമ്പോൾ എത്രയാ? 2 into 6 - 3/6. കണ്ടോ? n സ്ഥാനത്ത് എത്ര ഇട്ട് കൊടുത്തു? 6. അപ്പൊ 2 into 6 എത്രയാ? 12 - 3/6 അല്ലെ? 12 - 3 എത്രയാ? 9. 9/6 ചെറുതാക്കുമ്പോ എത്രയാ? 3/2. 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3, 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3/2. അപ്പൊ ഇങ്ങനെയും ചോദിക്കുക. ഇത് 1 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. കണ്ടോ? a is equal to 2n - 3/6. അതിൽ 6. ഇതുപോലെ പല സീക്വൻസ് ഉണ്ട്. അപ്പൊ ജസ്റ്റ് അതിനകത്ത് എന്ത് ചെയ്യുക? ഏത് നമ്പർ ആണോ ചോദിച്ചാൽ ആ നമ്പർ ഇട്ട് കൊടുത്തിരിക്കുക. മനസ്സിലായ മക്കളെ? അപ്പൊ നമ്മൾ ഇന്ന് 15 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് GP-യിൽ നിന്ന് മാത്രം ചെയ്തിട്ടുള്ളത് അല്ലെ? GP-യിൽ നിന്ന് മാത്രം. എനിക്ക് ഉറപ്പാണ് ഈ 15 ക്വസ്റ്റ്യൻ നിങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചോ. വൃത്തിക്ക് ഒരെണ്ണം പോലും മനസ്സിലാക്കാതെ പഠിക്കരുത്. മനസ്സിലാക്കി തന്നെ പഠിക്കുക, ഒരെണ്ണം പോലും വിടാതെ. കേട്ടല്ലോ? ഇനി നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. 2014 വരെ കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കാം. കേട്ടോ? ഞാൻ തരാം. എന്നിട്ട് അത് എന്ത് ചെയ്യുക? സോൾവ് ചെയ്യുക, എന്നെ കാണിക്കാം. ഓക്കെ? അപ്പൊ ഞാൻ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ അതും തരാം. ഈ 15 ക്വസ്റ്റ്യൻ വൃത്തിക്ക് പഠിക്കും മക്കളെ, പ്ലീസ്. എന്തിനു വേണ്ടിയാ? നിങ്ങൾക്ക് വേണ്ടിയാ ഞാൻ പറയുന്നത്, എനിക്ക് വേണ്ടിയല്ല. ഞാൻ +2 കഴിഞ്ഞു അല്ലെ? ഞാൻ +2 കഴിഞ്ഞു, എൻട്രൻസും കഴിഞ്ഞു. ഇപ്പൊ ഞാൻ പഠിപ്പിക്കുക. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കും. നിങ്ങൾ നല്ല മാർക്ക് മേടിക്കും. കേട്ടോ? അപ്പൊ നല്ല മാർക്ക് മേടിക്കുമ്പോൾ എനിക്കും ഹാപ്പി ആവും. നിങ്ങളൊക്കെ ഒരു നല്ല നിലയിലെത്തുമ്പോൾ എനിക്കും പറയാമല്ലോ, ഞാൻ പഠിപ്പിച്ച പിള്ളേരാന്ന് പറയാമല്ലോ എനിക്ക്. അതിനു വേണ്ടിയാ. കേട്ടോ? അപ്പം നമുക്ക് ഒരു സന്തോഷമാണ്, നിങ്ങൾക്കും സന്തോഷമാവും, നിങ്ങളുടെ വീട്ടുകാർക്കും സന്തോഷമാവും, എല്ലാവർക്കും സന്തോഷം. എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക, ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക. കേട്ടോ? പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ +1 പഠിക്കുന്ന കുട്ടികളോ +2 പഠിക്കുന്ന കുട്ടികളോ 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അവർക്കും ഷെയർ ചെയ്യുക അല്ലെ? അവർക്കും ഷെയർ ചെയ്യുക. എല്ലാവരെയും കൊണ്ട് മാർക്ക് മേടിക്കണം. കേട്ടോ? നമ്മൾ മാർക്ക് മേടിക്കണം, നമ്മുടെ കൂട്ടുകാരും മാർക്ക് മേടിക്കണം അല്ലെ? എക്സാം ഹാളിൽ നമ്മൾ പറഞ്ഞു കൊടുക്കത്തില്ലേ? അതേപോലെ നമ്മൾ അവർ പഠിക്കാനും കൂടെ സഹായിക്കും. അത്രയും വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? നല്ലതായിട്ട് പഠിക്കുക. എക്സാം ആവാറായി 2 മാസം കൂടെ ഉള്ളൂ. എന്ത് ചെയ്യുക? +2 തുടങ്ങി ചില സ്കൂളിലൊക്കെ അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? കുമ്പിടികളായി. ഇപ്പം കുമ്പിടികൾ എന്ന് വെച്ചാൽ +1 പഠിക്കുന്നുണ്ട്, +2 പഠിക്കുന്നുണ്ട് അല്ലെ? നന്ദനം സിനിമയിൽ കണ്ടിട്ടില്ലേ? നമ്മുടെ ജഗതിയുടെ അത്. അപ്പം എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. 2 മാസമേ ഉള്ളൂ. കഷ്ടപ്പെടുക. ഇനിയെങ്കിലും പഠിക്കേണ്ട ടൈം ആയി. ഇത്ര നാൾ ഒന്നും അറിയാത്തവനാണെങ്കിൽ എന്ത് ചെയ്യുക? പഠിക്കാൻ തുടങ്ങുക. ഈ വീഡിയോ ഒക്കെ കാണുക. വീഡിയോ ഒക്കെ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാ സംഭവം ഞാൻ പറയുന്നുണ്ട്, എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും പറയുന്നുണ്ട്. ഓക്കെ? അപ്പം നമ്മൾ ഇനി ഒട്ടനെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരും. അതുവരെ അയക്കും. അതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ എല്ലാം കണ്ട് പഠിച്ച് നന്നായിട്ട് മനസ്സിലാക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു സാറേ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതേപോലെ തന്നെ കമന്റിൽ ഇട്ടോ, കൊള്ളത്തില്ല എന്നിട്ടോ ഒരു കുഴപ്പമില്ല. അതാകുമ്പോൾ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമല്ലോ അല്ലെ? അപ്പൊ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നിട്ടോ. കേട്ടോ? അപ്പൊ എന്തെങ്കിലുമൊക്കെ ഇടുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ? അപ്പൊ താങ്ക് യു സോ മച്ച്. നന്നായിട്ട് പഠിക്കാം മക്കളെ. ഓൾ ദ ബെസ്റ്റ്.